ഹല്ലേലൂയ. നമ്മുടെ വിശുദ്ധ കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. സ്തുതിക്ക് യോഗ്യനായ നമ്മുടെ വീണ്ടെടുപ്പുകാരനെ ഈ ഉച്ചയ്ക്ക് ശേഷം കർത്താവിനെ വീണ്ടും സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും കർത്താവ് നമുക്ക് നൽകിയ അവസരത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം എത്ര വലിയവനാണ്, ദൈവം എത്ര ഉന്നതനാണ്, ദൈവം എത്ര ശ്രേഷ്ഠനാണ്. നമ്മുടെ കർത്താവിന്റെ മഹത്വം വർണ്ണിക്കുന്ന തിരുവെഴുത്തിന്റെ ഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളം കൊണ്ട് നമ്മുടെ കർത്താവിനെ കൂടുതൽ സ്നേഹിപ്പാൻ, കർത്താവിന് വേണ്ടി എന്തും സഹിപ്പാൻ, കർത്താവിന് വേണ്ടി ജീവിപ്പാൻ, നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ ഈ ക്ലാസ്സുകൾ മുഖാന്തരമാകട്ടെ. സ്തോത്രം. അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ അവര് സഭകൾ തോറും സഞ്ചരിച്ച് സന്ദർശിച്ച് ദൈവജനത്തെ ഉപദേശത്തിൽ ഉറപ്പിച്ചിരുന്നതായി നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നു. പ്രത്യേകിച്ച് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് തന്റെ മിഷണറി യാത്രകളിലെല്ലാം പൗലോസ് ചെയ്തത് താൻ സ്ഥാപിച്ച സഭകൾ സന്ദർശിച്ച് അവിടെയുള്ള ദൈവമക്കൾ താൻ പറഞ്ഞ അല്ലെങ്കിൽ താൻ പഠിപ്പിച്ച ഉപദേശത്തിൽ അവർ നിൽക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരുന്ന ഒരാളാണ് പൗലോസ്. സ്തോത്രം. പൗലോസ് പറഞ്ഞിട്ടുണ്ട്, താൻ പോയതിനു ശേഷം കൊടിയ ചെന്നായ്ക്ക് വരാൻ സാധ്യതയുണ്ട്, വരും. കാരണം അന്ത്യകാലം. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം, വളരെ സൂക്ഷ്മതയോടെ ഇരിക്കണം. എന്റെ വരവ് അടുത്തു എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ കർത്താവിന്റെ വരവ് അടുത്തു എന്ന് വിചാരിച്ച് വല്ല ആത്മാവിനാലോ വല്ല ലേഖനങ്ങളാലോ നിങ്ങൾ പെട്ടെന്ന് ഞെട്ടിപ്പോകരുത്. ഞാൻ നിങ്ങളോട് ഇതിനു മുൻപ് സംസാരിച്ചിട്ടുണ്ട്. തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് 2-ാം ലേഖനത്തിൽ പറയുകയാണ്, ഞാൻ നിങ്ങളോടുകൂടെ ആയിരുന്നപ്പോൾ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. കർത്താവിന്റെ വരവ് എന്താണ്, കർത്താവിന്റെ മടങ്ങി വരവിന്റെ ലക്ഷണങ്ങൾ എന്താണ്, എങ്ങനെയാണ് അവൻ വരുവാൻ പോകുന്നത്, നമുക്ക് സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്താണ്, നമ്മുടെ പ്രത്യാശ എന്താണ്, വാട്ട് ഈസ് അവർ ഗ്ലോറിയസ് ഹോപ്പ്, നമ്മുടെ ആ മഹത്വ പ്രത്യാശ, നമ്മുടെ ആ ബ്ലെസ്സഡ് ഹോപ്പ്, ആ സന്തോഷകരമായ പ്രത്യാശ എന്താണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പൗലോസ് 2-ാം ലേഖനത്തിൽ പറയുന്നു. 1-ാം ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന കർത്താവ് തന്റെ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. എന്നിട്ട് ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർക്കും, ജീവനോടെ ശേഷിക്കുന്നവർ അതിനോട് കൂടെ രൂപാന്തരപ്പെട്ട് രണ്ടു കൂട്ടരും കൂടെ കർത്താവിനെ എതിരേൽപ്പാൻ ആകാശത്തിൽ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഈ വചനങ്ങളെ കൊണ്ട് നിങ്ങൾ അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീ എന്ന് പൗലോസ് തന്റെ 1-ാം ലേഖനത്തിൽ പറഞ്ഞു. 2-ാം ലേഖനത്തിലേക്ക് വരുമ്പോൾ 2-ാം അധ്യായത്തില് കർത്താവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് പല തെറ്റിദ്ധാരണകൾ ആ സഭയിൽ വ്യാപരിച്ചതായിട്ട് നമുക്ക് കാണാം. അതായത് പല ദുരുപദേഷ്ടാക്കന്മാർ കടന്നു വന്നിട്ട് സഭ പീഡനങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ആ ഘട്ടത്തിൽ അവിടെയുള്ള ആളുകളോട് പറഞ്ഞു, മഹാപീഡനം ആരംഭിച്ചു കഴിഞ്ഞു, കർത്താവ് മടങ്ങി വന്ന് പോയി കഴിഞ്ഞു, അതുകൊണ്ടാണ് ഈ വലിയ പീഡകളിലേക്ക് ഈ സഭ പോകുന്നത്. നിങ്ങൾ ആരും എടുക്കപ്പെട്ടില്ലല്ലോ, സഭ മഹാപീഡനത്തിൽ കൂടെ കടക്കുകയാണല്ലോ. കാരണം റോമൻ ഗവൺമെന്റിന്റെ വലിയ പീഡ അന്ന് നടക്കുകയാണ്. ആ സമയത്ത് ഈ ദുരുപദേശം സാധുക്കളായിരിക്കുന്ന വിശ്വാസികൾ കേട്ടപ്പോൾ അവർക്ക് കൺഫ്യൂഷനാണ്. എന്താണ് ഇത്, സത്യമാണോ? ഇത് ഇനി ഞങ്ങൾ എടുക്കപ്പെട്ടില്ലേ? കർത്താവ് വന്നോ? മഹാപീഡനത്തിൽ കൂടെയാണല്ലോ ലോകം കടക്കുന്നത്, ഞങ്ങൾ തള്ളപ്പെട്ടു പോയോ? അതോ ഇനി എടുക്കപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ പെടാതെ ഞങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടോ? ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ അവരുടെ ഇടയിലൂടെ ഉടലെടുത്തു. ആ സമയത്താണ് 2-ാം ലേഖനം പൗലോസ് എഴുതുന്നത്. പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കർത്താവിന്റെ വരവ് സംഭവിക്കും എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവരും ഇവരും പറയുന്നതൊന്നും കേട്ട് പെട്ടെന്ന് ഞെട്ടിപ്പോകരുത്. സ്തോത്രം. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു, വഴിയിൽ തടുക്കുന്നവൻ മാർഗം മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി രംഗത്ത് വരും, അവൻ പ്രത്യക്ഷപ്പെടും. അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവം കൊണ്ട്
അവനെ ഒടുക്കിക്കളയും, അവനെ അവന്റെ ആധിപത്യത്തിന് അന്ത്യം വരുത്തും. അതുകൊണ്ട് നിങ്ങൾ കലങ്ങിപ്പോകരുത്, നിങ്ങൾ പെട്ടെന്ന് ഞെട്ടിപ്പോകരുത്. കർത്താവിന്റെ വരവ് സംഭവിച്ചു എന്ന് വിചാരിച്ച് ആരെങ്കിലും പറയുന്നത് കേട്ട് നിങ്ങൾക്ക് ഒരു ഇളക്കവും വരേണ്ട ആവശ്യമില്ല. നിങ്ങൾ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ ജീവിക്കുക. കർത്താവിന്റെ വരവിക്കൽ നിങ്ങൾ എടുക്കപ്പെടും. നിങ്ങളുടെ മധ്യത്തിൽ നിന്ന് മരണത്താൽ വേർപെട്ടു പോയ പ്രിയപ്പെട്ടവരെ നിങ്ങൾ വീണ്ടും കാണും. അവരുമായിട്ട് നിങ്ങൾ വീണ്ടും ഒരുമിച്ച് ജീവിക്കും. നിത്യത മുഴുവൻ നിങ്ങൾ ജീവിക്കും. കർത്താവിന് സ്തോത്രം. ഈ വലിയ പ്രത്യാശ പൗലോസ് തെസ്സലോനിക്കയിലെ വിശ്വാസികളെ, അവിടുത്തെ സഭയെ പൗലോസ് ഈ ലേഖനങ്ങളിൽ കൂടെ അറിയിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് എന്ന് പറയുന്നത് ഒലിവുമലയിലെ പ്രത്യക്ഷതയാണ്. രണ്ടാം വരവ് എന്ന് പറയുന്നത് ഒലിവുമലയിലെ പ്രത്യക്ഷതയാണ്. മധ്യാകാശത്തിലെ പ്രത്യക്ഷത എന്ന് പറഞ്ഞാൽ റാപ്ചറാണ്. സഭയെ എടുക്കുകയാണ്, സഭയെ അങ്ങോട്ടെടുക്കുകയാണ്. കർത്താവ് ഭൂമിയിലേക്ക് വരുന്നില്ല. കർത്താവ് ആകാശമേഘങ്ങളിൽ വരുന്നു, വിശുദ്ധന്മാർ അങ്ങോട്ട് പോകുന്നു. നമുക്ക് വേണ്ടി റെഡ് കാർപ്പറ്റ് വിരിക്കപ്പെടുന്നത് ആകാശമണ്ഡലത്തിലാണ്. സ്തോത്രം. ഇവിടെ കഷ്ടമനുഭവിച്ച തന്റെ കാന്തയായ മണവാട്ടിയെ ഈ ഭൂമിയിൽ നിന്ന് ചേർത്ത് അവളെ എങ്ങനെയൊക്കെ ആദരിക്കാം, ബഹുമാനിക്കാം, ഓണർ ചെയ്യാം, ആ രീതിയിലെല്ലാം സ്വർഗത്തിലെ ദൈവം തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവൾക്ക് വേണ്ടി ഒരുക്കിയ റെഡ് കാർപ്പറ്റ് വെൽക്കമാണ് നമുക്ക് മധ്യാകാശത്തിൽ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. അവിടെ വിശുദ്ധന്മാർ അവിടേക്ക് വിശുദ്ധന്മാർ എടുക്കപ്പെടും. നിങ്ങൾ കർത്താവിനെ കാണുന്നത് ഈ ഭൂമിയിൽ അവൻ വരുമ്പോഴല്ല. നിങ്ങൾ കർത്താവിനെ കാണുന്നത് നിങ്ങളെ കർത്താവ് അങ്ങോട്ട് ചേർക്കുകയാണ്. നിങ്ങൾക്ക് പോകാനുള്ള വാഹനമെല്ലാം കർത്താവ് തന്നെ ഒരുക്കിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളെയും കൊണ്ട് അങ്ങോട്ട് പോകും. 1000 കോടി വാനഗോളങ്ങളെ താണ്ടി നിങ്ങൾ സ്വർഗീയ മണിയറയിലേക്ക് പോകുന്ന ഒരു ദിവസം വരും. സ്തോത്രം. ഹല്ലേലൂയ. മലയാളക്കരയിലെ വളരെ പ്രശസ്തനായിരിക്കുന്ന ഗാനരചയിതാവാണ് കെ.വി. സൈമൺ സാറ്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു ഗാനമുണ്ട്. 1000 കോടി വാനഗോളങ്ങളെ താണ്ടി നമ്മൾ പോകുന്നതിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. 1000 കോടി വാനഗോളങ്ങളെ താണ്ടി പോയിടും നിൻ മാർഗം ഊഹിക്കാവതോ, കാണും ഗഗനതലം അത് മനുജഗണനയും അതിശയിച്ചുയരും വിധൗ തവ ഭാഗ്യമാഹിമയെ വാഴ്ത്താനാവതോ, സൗഖ്യം ലേശമെങ്കിലും ഉരപ്പാനാവതോ, മേലിലുള്ള യെരൂശലേമേ കാലമെല്ലാം കഴിയുന്ന, മേലിലുള്ള യെരൂശലേമേ കാലമെല്ലാം കഴിയുന്ന നാളിൽ എന്നെ ചേർക്കണേ നിൻ കൈകളിൽ. ആ പാട്ട് വളരെ അർത്ഥവത്തായ ഒരു പാട്ടാണ്. മേലിലുള്ള യെരൂശലേം, നമുക്ക് വേണ്ടി അമ്പ യെരൂശലേം, നമ്മുടെ മാതാവ് എന്ന് പറയുന്നത് സ്വർഗത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയ ആ നഗരമാണ്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. പൗരത്വം, സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ സിറ്റിയുടെ മെമ്പർഷിപ്പാണ്. സിറ്റിസൺഷിപ്പ് പട്ടണത്തിന്റെ മെമ്പർഷിപ്പാണ്. നമുക്ക് വേണ്ടി ഒരു പട്ടണം ഒരുങ്ങിയിരിക്കുന്നു എന്ന് തിരുവെഴുത്ത് പറയും. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് കൊട്ടാരങ്ങൾ ഒരുക്കാൻ പോയിരിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോയിരിക്കുന്നു. ഐ എം ഗോയിങ് ടു മേക്ക് മാൻഷൻസ് ഫോർ യു. ഞാൻ നിങ്ങൾക്ക് കൊട്ടാരങ്ങളാണ് ഒരുക്കാൻ പോയിരിക്കുന്നത്, അല്ലാതെ ചെറിയ വീടുകളൊന്നുമല്ല. നിങ്ങൾക്ക് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത മഹത്വമാർന്ന കൊട്ടാരങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുവാൻ പോവുകയാണ്. അവിടേക്ക് ഞാൻ നിങ്ങളെ എന്റെ അടുക്കൽ, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടത്. വീണ്ടും ഞാൻ വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്നാണ്. അപ്പൊ ചേർത്തുകൊള്ളും, റാപ്ചർ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നിന്ന് നമ്മളെ അങ്ങോട്ട് ചേർക്കുകയാണ്. സ്തോത്രം. എന്നാൽ സെക്കൻഡ് കമ്മിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൺ ദ മൗണ്ട് ഓഫ് ഒലിവ്സ്, ദി അപ്പിയറൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ദ സെക്കൻഡ് കമ്മിങ്. അത് സംഭവിക്കുന്നത് ഒലിവുമലയിലാണ്. ഒലിവുമലയിലേക്ക് കർത്താവ് വരുമ്പോൾ നമ്മളും കർത്താവിനോട് കൂടെ കാണും. വെളിപ്പാട് പുസ്തകം 19 അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് 1000 വിശുദ്ധന്മാരോട് കൂടെ. യൂദാ പറഞ്ഞിരിക്കുന്നത്, യൂദായുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് 1000 വിശുദ്ധന്മാരോടുകൂടെ കർത്താവ് വരുന്നു എന്ന് ഏഴാമനായ ഹാനോക്ക് പ്രവചിച്ചിട്ടുണ്ട്. ആദ്യ കർത്താവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് പ്രസംഗിച്ച ആള് പ്രവചിച്ചു എന്നവിടെ എഴുതിയിരിക്കുന്നെല്ലാം പ്രസംഗിച്ചു എന്നാണ്. പ്രവചിച്ച അല്ലെങ്കിൽ പ്രസംഗിച്ച ആദ്യത്തെ വ്യക്തി ആരാ? യേശുവിന്റെ മടങ്ങിവരവ്. യേശുവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് ആദ്യം പ്രസംഗിച്ച വ്യക്തി
ഹാനോക്കാണ്. സ്തോത്രം. അവൻ കർത്താവിനോടുകൂടെ നടന്നു, ജീവനോടെ എടുക്കപ്പെട്ട വ്യക്തിയാണ്. സ്തോത്രം. അപ്പൊ കർത്താവിനോട് കൂടെ നടക്കുകയും കർത്താവിന്റെ വാക്കുകൾ വിശ്വസിക്കുകയും കർത്താവ് മടങ്ങി വരുമെന്ന് വിശ്വസിക്കുകയൊക്കെ ചെയ്ത ഹാനോക്ക് എടുക്കപ്പെട്ടു. അത് കർത്താവിന്റെ മടങ്ങി വരവിങ്കൽ സംഭവിക്കുന്ന വിശുദ്ധന്മാരുടെ എടുക്കപ്പെടലിന്റെ അതിന്റെ ഒരു ചിത്രമാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ കർത്താവിന്റെ മടങ്ങി വരവ് സംഭവിക്കും, തന്റെ സഭ എടുക്കപ്പെടും എന്നുള്ളതാണ് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഇവിടെ കയറി വരിക എന്ന് യോഹന്നാനോട് പറയുന്നു. യോഹന്നാൻ അവിടെയൊക്കെ കയറി ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ ഒരു സിംഹാസനം താൻ കാണുന്നു. ആ സിംഹാസനത്തിന്മേൽ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും തുല്യനായ ഒരു വ്യക്തി ഇരിക്കുന്നു. സ്തോത്രം. അവന്റെ ശിരസിന് ചുറ്റും, അല്ലെങ്കിൽ ആ സിംഹാസനത്തിന്റെ ചുറ്റും മരതകത്തോട് തുല്യമായ പച്ചവില്ല്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മളിത് വി ഹാവ് ടു വിഷ്വലൈസ്. നമ്മളത് കാണണം. നമ്മൾ വാക്കുകൊണ്ട് പറയുന്നത് മനസ്സിൽ കാണാനുള്ള ഒരു കഴിവ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. മറ്റൊരു ജീവിക്കും അതില്ല, ദൂതന്മാർക്ക് പോലും ഇല്ല. അവർക്ക് എന്തെങ്കിലും സ്വർഗത്തിലെ ദൈവം പറയുന്ന കൽപ്പന അനുസരിക്കുക എന്നുള്ളതല്ലാതെ അവർക്ക് പോലും ഭാവനയില്ല. ഭാവന എന്ന് പറയുന്നത് നമുക്ക് മാത്രമുള്ളതാണ്. നമുക്കറിയാം, എഞ്ചിനീയേഴ്സ് ഒക്കെ ഇതൊക്കെ പണിത് എങ്ങനെയാണ്? അവരുടെ മനസ്സിനകത്താണ് ആദ്യം അവർ ആ ചിത്രം വരയ്ക്കുന്നത്. അതാണ് അതിന്റെ രൂപകൽപ്പന ചെയ്യുന്ന ആ എഞ്ചിനീയറിംഗിന്റെ വൈദഗ്ധ്യം എന്ന് പറയുന്നത് അതാണ്. അപ്പൊ മനസ്സിനകത്ത് ഇത് കാണാൻ, വിഷ്വലൈസ് ചെയ്യാൻ നമുക്ക് കഴിയും. അപ്പം നമ്മളത് കാണണം, നമ്മളത് മനസ്സിലാക്കണം. കർത്താവ് യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവ് മധ്യാകാശത്തിൽ വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് എടുക്കപ്പെടുന്നു. അവനോട് കൂടെ നമ്മൾ അവിടെ എടുക്കപ്പെടുന്നു. കർത്താവിന്റെ സഭ അല്ലെങ്കിൽ മണവാട്ടി ഈ ഭൂമിയിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ, അടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറുമ്പോൾ അധർമ്മമൂർത്തി പ്രത്യക്ഷപ്പെടും എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് പറയും, വഴിയിൽ തടുക്കുന്നവൻ അല്ലെങ്കിൽ അന്തിക്രിസ്തുവിന്റെ അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിന്റെ ആഗമനത്തിന് തടസ്സം നിൽക്കുന്നത് ആരാണ്? സ്തോത്രം. ഈ അന്തിക്രിസ്തു എന്ന് പറയുന്നത് തനി പിശാചാണ്. പിശാചിന് തൃത്വമുണ്ട്, ദൈവത്തിന് തൃത്വമുള്ളതുപോലെ. ദൈവത്തിന്റെ തൃത്വം നമുക്കറിയാം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇതുപോലെ സാത്താനും തൃത്വമുണ്ട്. സാത്താന്റെ തൃത്വം എന്ന് പറയുന്നത് അപ്പന്റെ സ്ഥാനത്ത് പഴയ പാമ്പായ സർപ്പം. മകന്റെ സ്ഥാനത്ത് എതിർ ക്രിസ്തു. ആത്മാവിന്റെ സ്ഥാനത്ത് കള്ളപ്രവാചകൻ. സർപ്പം, എതിർ ക്രിസ്തു, കള്ളപ്രവാചകൻ. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സർപ്പം, മൃഗം, കള്ളപ്രവാചകൻ. മൃഗത്തിന്റെ പേരോ അവന്റെ പേരിന്റെ സംഖ്യയോ നെറ്റിമേലോ കൈമേലോ പ്രാപിക്കാത്തവർക്ക്, ടാറ്റു അടിക്കാത്തവർക്ക്, അല്ലെങ്കിൽ അത് സ്ക്രീൻ ചെയ്താൽ കാണത്തക്കവണ്ണം എങ്ങനെയോ അതിന്റെ ടെക്നോളജി ഉപയോഗിച്ച് അത് അടിക്കാത്തവർക്ക് അന്ന് വിൽക്കാനും വാങ്ങാനോ ഒന്നും കഴിയത്തില്ല. ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഒക്കെ കൈ വെച്ചുകൊണ്ടിരിക്കാവുന്നേ ഉള്ളൂ. സൂപ്പർ മാർക്കറ്റിൽ പോയി വല്ലതും മേടിക്കണമെങ്കിൽ ഈ നെറ്റിയിലോ കൈമേലോ ഇത് വേണം, ഈ സംഖ്യ വേണം. അങ്ങനത്തെ ഒരു കാലം. അപ്പം ആന്റി ക്രൈസ്താനി പിശാച്. നമ്മുടെ കർത്താവ് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ്. അല്ല പകുതി മനുഷ്യനും പകുതി ദൈവവുമല്ല. പലർക്കും അങ്ങനെയുള്ള ദൈവങ്ങളുണ്ട്. പകുതി ദൈവവും പകുതി മനുഷ്യനും. നമ്മുടെ കർത്താവ് അങ്ങനെയല്ല, പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. പാപമൊഴികെ നമുക്കെല്ലാവർക്കും തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ. പാപം ഒഴികെ ബാക്കി എല്ലാത്തിലും he was human. He was completely human, perfectly human. അതുപോലെ തന്നെ അവൻ സമ്പൂർണ്ണ ദൈവവുമാണ്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ തന്റെ സ്വന്തം ഇഷ്ടപ്രകാരം
തന്റെ ദൈവത്വം മാറ്റിവെച്ച് ഈ ഭൂമിയിലേക്ക് വന്നു. സ്തോത്രം. പാപികളായി നമുക്ക് വേണ്ടി മരിച്ചു. അവർ തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഉയർത്തി, എല്ലാ നാമത്തിനും മേലായ നാമം നൽകി. സകല നാമത്തിനും മേലായ നാമം യേശുവിന്റെ നാമം. അവന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും ആധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും. എല്ലാ നാവും ഏറ്റുപറയും, യേശു മാത്രമാണ് കർത്താവ്. ഇവിടെ കർത്തൃത്വമുള്ളവൻ യേശു മാത്രമാണ്. സാത്താനും അത് പറയും. സ്തോത്രം. സാത്താനും അത് ഏറ്റുപറയും, കൺഫസ് ചെയ്യും. ദൈവപുത്രനായ ക്രിസ്തുവിന് മാത്രമാണ് ദൈവത്വവും അധികാരവും ഉള്ളത്. കർത്താവിന് സ്തോത്രം ചെയ്തു. അങ്ങനെ പാപത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കുവാനായി യേശു താഴ്മ ധരിച്ചവനായി വന്നതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി. ആര് താഴ്മ ധരിക്കുമോ അവരെ ഉയർത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തപ്പെടുന്നവൻ ഉയർത്തപ്പെടും. സ്തോത്രം. ഉയർച്ച വരുന്നത് എവിടുന്നാണ്? എവിടുന്ന ഉയർച്ച വരുന്നത്? കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, തെക്ക് നിന്നുമല്ല. ഉയർച്ച വരുന്നത് പിന്നേത് ദിക്ക? കിഴക്കല്ല, പടിഞ്ഞാറല്ല, തെക്കല്ല, പിന്നേതാ? പിന്നൊരു ദിക്കേ ഉള്ളൂ, വടക്ക്. ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദവുമാകുന്നു. സർവപ്രപഞ്ചത്തിന്, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, മൾട്ടിവേഴ്സ്, സർവപ്രപഞ്ചങ്ങളുടെയും. നമ്മളോട് കിഴക്കേതാ വടക്കേതാ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ സൂര്യനെ നോക്കിയിട്ട് കിഴക്കും വടക്കും പറയും, അല്ലെ തെക്കൊക്കെ പറയും. ദിക്കുകൾ പറയും. സൂര്യനെ നോക്കി നിൽക്കുന്നവന്റെ നേരെ മുൻപിൽ ഏതാ? കിഴക്ക്. ഇടതുവശത്ത് എന്ന് പറഞ്ഞ് ഇടതുവശത്ത് ഏതാ? വടക്ക്. വലതുവശത്ത് തെക്ക്. പിൻവശം പടിഞ്ഞാറ്. അപ്പൊ സൂര്യനെ ഒന്ന് നോക്കി നിന്നേച്ചെങ്കിൽ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കും. അപ്പൊ സൂര്യനെ നോക്കി നിൽക്കുമ്പോൾ ഏതാ? ഉദിച്ചു വരുന്ന സൂര്യൻ. പടിഞ്ഞാറോട്ട് അസ്തമിക്കുന്ന സൂര്യനെ അല്ല, ഉദിച്ചു വരുന്ന സൂര്യനെ നോക്കി നിൽക്കുന്നതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചാണ്. ഉദിച്ചു വരുന്ന സൂര്യനെ നോക്കി നിൽക്കുന്ന ആളിന്റെ മുൻവശം കിഴക്ക്, പിൻവശം പടിഞ്ഞാറ്, വലതുവശം തെക്ക്, ഇടതുവശം വടക്ക്. അപ്പൊ നമ്മൾ ഇതൊക്കെ പറയുന്നത് ഈ ഭൂമിയുടേതാണ്. ഈ ഭൂമിക്ക് അനേക തട്ടുകളുണ്ട്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, അയണോസ്ഫിയർ, ഇതിന്റെ എല്ലാം ഇടയ്ക്ക് ഓസോൺ ലെയർ. ഈ തട്ടുകളെല്ലാം ഉണ്ട്. ഇതെല്ലാം സ്വർഗത്തിലെ ദൈവം തുണി വിരിക്കുന്നവൻ, ഒരു അലക്കുകാരൻ തുണി വിരിച്ചിട്ട് തിരിച്ചെടുക്കുന്നത് പോലെ ഇതെല്ലാം മാറ്റിക്കളയുന്ന ഒരു ദിവസം വരാൻ പോവുകയാണ്. സ്തോത്രം. നാമോ പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. ഈ ആകാശത്തിന്റെ അന്തരീക്ഷം ട്രോപ്പോസ്ഫിയർ, ആ ട്രോപ്പോസ്ഫിയർ അതിന്റെ അവിടം വരെ മാത്രം, ഏകദേശം 11 കിലോമീറ്റർ 12 കിലോമീറ്റർ ആണ് ഭൂമിയിൽ നിന്ന്. അവിടം വരെ മാത്രമേ ഫ്ലൈറ്റുകൾക്കൊക്കെ പോകാനൂ. അതിന്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ സംഗതിയൊക്കെ മാറും. പിന്നെ അവിടെ അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം നിന്നു പോകും. അതിന്റെ മുകളിൽ ഉള്ളത് സ്ട്രാറ്റോസ്ഫിയർ, ട്രോപ്പോസ്ഫിയറിന്റെ മുകളിൽ സ്ട്രാറ്റോസ്ഫിയർ. അതിന്റെ അവിടെയൊക്കെയാണ് നമ്മൾ ഈ ചെറിയ ഉപഗ്രഹങ്ങളൊക്കെ വിടുന്നതൊക്കെ കിടക്കുന്നത്. അപ്പൊ ഇതിനെല്ലാം ഓരോ തട്ടുകളുണ്ട്. ഇത് സ്വർഗത്തിലെ ദൈവം നിർത്തിയ തട്ടുകളാണ്. സ്തോത്രം. ഞാൻ മുമ്പേ വെള്ളം കുടിച്ചില്ല, അതിന് എന്നെ വെള്ളം കുടിപ്പിക്കാനായിട്ട്. ഓക്കെ, സ്തോത്രം. അപ്പം ഓരോന്നിനും ഓരോ തട്ടുണ്ട്. അപ്പൊ ആ തട്ട് ലേയേഴ്സ്. ഇതിന്റെ ഇടയ്ക്ക സൂര്യന്റെ അൾട്രാവയലറ്റ് രശ്മിയിൽ ഇങ്ങോട്ട് വന്ന് എല്ലാവർക്കും അങ്ങ് ക്യാൻസർ വരാതിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരു ലെയർ ഇട്ടിട്ടുണ്ട്. ഒരു കാനപ്പി വിരിക്കും. എന്താണ് ആ കാനപ്പി? ഓസോൺ ലെയർ. എന്താണ് ഓസോൺ? സാധാരണ ഓക്സിജന് 2 മോളിക്യൂൾസ് ആണ്. 3 മോളിക്യൂൾസ് ഉള്ള ഓക്സിജനെയാണ് ഓസോൺ എന്ന് പറയുന്നത്. ഈ ഓസോൺ അതിന്റെ തട്ടിന്റെ ഘനം എത്രയാണെന്നറിയാമോ? 1 ഇഞ്ചിന്റെ 8-1. 1 ഇഞ്ചിന്റെ 8 എന്ന് പറഞ്ഞാൽ നമ്മൾ പുതയ്ക്കുന്ന പുതപ്പിന്റെ ഘനമേ ഉള്ളൂ. റജായി അല്ല, ചെറിയ പുതപ്പുണ്ട്. അല്ലെങ്കിൽ നമ്മൾ
ഒരു ഇഞ്ചിന്റെ 8-1 അത്രയേ ഉള്ളൂ ഈ ഓസോൺ ലൈൻ. CFCകൾ, ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ, അതുപോലെ തന്നെ മറ്റേ മിഥൈൻ പോലുള്ള പിന്നെ വാതകങ്ങൾ, ഈ പ്ലെയിനിന്റെ പ്രൊപ്പല്ലറിൽ നിന്ന് പുറപ്പെടുന്ന വാതകങ്ങൾ, ഇതെല്ലാം ഈ അന്തരീക്ഷത്തിലെ ഓസോൺ ലെയറിനെ പ്രതികൂലമായി ബാധിച്ചുകൊണ്ടിരിക്കുക. കിഴുത്ത വീണം ശാസ്ത്രജ്ഞന്മാരെല്ലാം കൂടെ കൂടി കുറച്ച് വർഷത്തിന് മുമ്പ് അന്റാർട്ടിക്കയുടെ പ്രദേശത്ത് ഓസോൺ ലെയറിന് വലിയ ഹോള് വീണു, ദ്വാരം വീണു. നല്ല പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കിഴിഞ്ഞു പോയത്. കിഴിഞ്ഞു പോയതെല്ലാം കൂടെ അടയ്ക്കാൻ എല്ലാവരും കൂടെ കൂടി. ഒരു പണിയും നടന്നില്ല. സ്വർഗത്തിലെ ദൈവം ഇട്ട തട്ട് അടയ്ക്കാൻ ആർക്കാ കഴിയുന്നു? അത് അടയ്ക്കണമെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിനെ കഴിയും. പിന്നെ എല്ലാരും പറഞ്ഞു CFCകളുള്ള ഫ്രിഡ്ജ് നമ്മൾ ഒഴിവാക്കണം, അതുപോലെ തന്നെ ഇതുപോലുള്ള ഒക്കെയുള്ള മാരകമായ വാതകങ്ങൾ ഒക്കെ ഉത്പാദിപ്പിക്കപ്പെടുന്നത് നിർത്തണം എന്നൊക്കെ പറഞ്ഞ്, പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ ഇവര് ചായയൊക്കെ കുടിച്ചു വെച്ച് ഓരോ ബർഗറും തിന്ന് ഇവരെല്ലാം കൂടെ പിരിഞ്ഞു പോയി. ഇതിൽ കൂടുതൽ അവർക്ക് എന്തോ ചെയ്യാൻ കഴിയും? ഏത് ശാസ്ത്രജ്ഞനും എന്തോ ചെയ്യാൻ കഴിയും? ഈ കാനപ്പി, ഈ മേൽത്തട്ട് വിരിച്ചിരിക്കുന്നവനുണ്ട്, സ്തോത്രം, അവന് മാത്രമേ അതിന്മേൽ അധികാരമുള്ളൂ. ആകാശത്തിന്റെ തട്ടുകളെ ഞാൻ മാറ്റിക്കളയും. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വലിയ ഭൂകമ്പമുണ്ടായി, ആകാശം ചുരുൾ പോലെ ചുരുണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഈ ഇട്ടിരിക്കുന്ന തട്ടുകൾ, സ്തോത്രം, ഏകദേശം 10,000 കിലോമീറ്റർ വരെയുള്ള തട്ടുകൾക്ക് മനുഷ്യൻ പേരിട്ടിട്ടുണ്ട് ശാസ്ത്രജ്ഞന്മാർ. അതിന്റെ അപ്പുറം എന്തുവാ? അതിന്റെ അപ്പുറം എന്ന് പറയുന്നത് വലിയ ഈ വാതകമാണ്. അതായത് പ്ലാസ്മ. കേട്ടിട്ടുണ്ടോ പ്ലാസ്മ? ഒരു മാറ്ററിന് 3 പ്രധാനമായിട്ടുള്ള 3 അവസ്ഥകളുണ്ട്. ഏതൊക്കെയാണ്? 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ: സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അത് കഴിഞ്ഞുള്ളതാണ് പ്ലാസ്മ. 4ാമത്തെ സ്റ്റേറ്റ് ആണ് പ്ലാസ്മ. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ സൂര്യൻ എന്ന് പറയുന്നത് ഹൈഡ്രജന്റെ പ്ലാസ്മ ബോളാണ്. നമ്മുടെ പിള്ളേർ കളിക്കുന്ന ബോൾ പോലെയുള്ള ഒരു ബോളാണ്. ഹൈഡ്രജനാണ് മൊത്തം. ആ ഹൈഡ്രജൻ കത്തി ഹീലിയമായിട്ട് മാറുമ്പോഴാണ് നമുക്ക് പ്രകാശവും ചൂടും ഒക്കെ കിട്ടുന്നത്. പിന്നെ അതിൻ്റെ അകത്തുനിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികളൊക്കെ ഇങ്ങോട്ട് വരുമ്പോഴാണ് ആകെപ്പാടെ ഇവിടെ പ്രശ്നമാകുന്നത്. പ്രകാശം എന്ന് പറയുന്നത് നമ്മൾ വിബ്ജിയോർ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. വയലറ്റിന് മുകളിലുള്ളത് അൾട്രാ വയലറ്റ്, റെഡിന് താഴെയുള്ളത് ഇൻഫ്രാ റെഡ്. ഇത് നമുക്ക് കാണത്തില്ല. ബാക്കി 7 എണ്ണമേ നമുക്ക് കാണാൻ കഴിയും. ഈ 7ഉം കൂടെ സിങ്ക് ചെയ്യുമ്പോഴാണ്, കൂടുമ്പോഴാണ് വെണ്മയുണ്ടാകുന്നത്. വെള്ള നിറം എന്ന് പറഞ്ഞാൽ 7 നിറങ്ങളുടെയും സങ്കലനമാണ്. സ്തോത്രം. നമ്മൾ സ്വർഗത്തിൽ ചെന്ന് ധരിക്കാൻ പോകുന്നത് എന്താ? ജയിക്കുന്നവന് ഞാൻ എന്താ കൊടുക്കുന്ന? ജയിക്കുന്നവന് ഒരു കുപ്പി വെള്ളം കൊടുക്കുന്ന, ജയിക്കുന്നവന് ഞാൻ ഓറഞ്ച് ജ്യൂസ് കൊടുക്കും. ഇതൊന്നും ജയിക്കുന്നവന് ഞാൻ വെള്ളയുടുപ്പ് ധരിക്കാൻ കൊടുക്കും. സ്തോത്രം. വെള്ളയുടുപ്പ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഭൂമിയിൽ എത്ര വെണ്മ ഉണ്ടാക്കിയാലും അത് സ്വർഗത്തിലെ വെണ്മയുടെ അത്രയാകത്തില്ല. അവരനെ ഭൂമിയിലെ സ്വർണം, നമ്മൾ സ്വർഗത്തില് സ്വർണ്ണ തെരുക്കളിലാ പാർക്കാൻ പോകും. ചവിട്ടി നടക്കാൻ പോകുന്ന സ്വർണത്തിന്മേൽ. അത് ഈ സ്വർണമല്ല. ഇവിടുത്തെ സ്വർണത്തിന്റെ പേര് യെല്ലോ മാറ്റ്, മഞ്ഞലോഹം എന്നാണ്. മഞ്ഞയാ ഇവിടുത്തെ. മഞ്ഞ എന്ന് പറഞ്ഞാൽ അത് പങ്കിലമാണ്. അതിൻ്റെ അകത്ത് ഒത്തിരി ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ സ്വർഗത്തിലെ സ്വർണ്ണ തെരുവീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കാണുന്ന സ്വർണമല്ല, വെണ്മയാണ്. യഥാർത്ഥ സ്വർണത്തിന്റെ നിറം വെള്ളയാണ്, വെണ്മയാണ്. സ്തോത്രം. വെളിപ്പാട് പുസ്തകം നിങ്ങൾ വായിച്ചു നോക്ക്, അവിടെ പറഞ്ഞിട്ടുണ്ട് വെണ്മ നിറഞ്ഞ, വെള്ള നിറമാണ്. സൂര്യകാന്തരത്നമൊക്കെ. സൂര്യകാന്തരത്നം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കുവാൻ പോയ നഗരത്തിന്റെ മതിൽ.
നഗരത്തിന്റെ മതിൽ സൂര്യകാന്തം. നഗരത്തിന് 12 അടിസ്ഥാനം, 12 അടിസ്ഥാനവും 12 മുത്ത്. ഓരോ അടിസ്ഥാനത്തിന്മേൽ കർത്താവിന്റെ ഓരോ അപ്പോസ്തലന്റെ പേര്. അതിന്മേൽ 12 ഗോപുരം, 12 ഗേറ്റ്. ഓരോ ഗേറ്റിന്മേൽ യാക്കോബിന്റെ മക്കളുടെ പേര്. അപ്പൊ പുതിയ നിയമ അപ്പോസ്തലന്മാരും പഴയ നിയമത്തിന്റെ പിതാക്കന്മാരും സമഞ്ജസം സമ്മേളിക്കുന്ന, സമന്വയിക്കുന്ന പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം. ആ വിശുദ്ധ നഗരം അത് വെണ്മ നിറഞ്ഞതാണ്, വെള്ളയാണ് മുഴുവൻ. സ്തോത്രം. എവിടെ തിരിഞ്ഞാലും നമ്മുടെ രൂപം നമുക്ക് കാണും, എവിടെ തിരിഞ്ഞാലും നമ്മളെ തന്നെ നമുക്ക് കാണും. അത്ര പരിശുദ്ധമായ ഒരു നഗരമാണ് ഈ വെണ്മ നിറഞ്ഞ അല്ലെങ്കിൽ ഈ പുതിയ യെരൂശലേം എന്ന് പറയുന്ന വിശുദ്ധ നഗരം. ആ നഗരത്തിന്റെ അതിന്റെ നീളം, വീതി, ഉയരം ദൂതന്റെ അളവിനെന്ന് വെച്ചാൽ മനുഷ്യന്റെ അളവിന് തന്നെ 1200 നാഴിക നീളം, 1200 നാഴിക വീതി, 1200 നാഴിക ഉയരം. നീളവും വീതി ഉയരവും സമം. 1200 നാഴിക എന്ന് പറഞ്ഞാൽ 1500ഓളം മൈൽ വരും. അതായത് ഒരു നാഴിക നേരം എന്ന് പറഞ്ഞാൽ, ഒരു നാഴിക ദൂരം എന്ന് പറഞ്ഞാൽ, ഒരു നാഴിക നേരം കൊണ്ട് ഒരാള് നടക്കുന്ന ദൂരമാണ്. ഒരു നാഴിക എന്ന് പറഞ്ഞാൽ, നാഴിക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയത്തില്ല. പണ്ട് മണിക്കൂറൊന്നും വരുന്നതിന് മുമ്പ് നാഴികയായി, എത്ര നാഴികയായി എന്നൊക്കെയാ ചോദിക്കുന്നത്. അപ്പം അത് ഏകദേശം 1.25 മൈലോളം വരും. അപ്പൊ 1200 നാഴിക എന്ന് പറയുമ്പോൾ 1500 മൈൽ. 1500 മൈൽ ദൂതന്റെ അളവിനെന്ന് വെച്ചാൽ മനുഷ്യന്റെ അളവിന് തന്നെ എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 1500 മൈൽ നീളം, 1500 മൈൽ വീതി, 1500 മൈൽ ഉയരമുള്ള സമചതുര ഘനവടിവമായ ദൈവത്തിന്റെ വിശുദ്ധ നഗരം. സ്തോത്രം. നിങ്ങളൊന്ന് ഓർത്തു നോക്കി. അതൊരു കോണിക്കൽ രൂപമല്ല, അല്ലെങ്കിൽ അതിന്റെ നീളം, ഉയരം, വീതി തുല്യം. കോണിക്കലാണെങ്കിൽ പോലും അതിൻ്റെ അകത്ത് എത്ര ആളുകൾക്ക് താമസിക്കാം. 1500 മൈൽ പൊക്കമുള്ള ഒരു കെട്ടിടത്തെ കുറിച്ച് നിങ്ങളൊന്ന് ഓർമ്മ നോക്കി. ഇന്ന് ലോകത്തിലെ ഏറ്റവും പൊക്കമുള്ള കെട്ടിടം ഏതാണ്? ബുർജ് ഖലീഫ. അതിന് എത്രയും പൊക്കമുണ്ട്? ഓക്കെ, അത്രേ ആയിക്കോട്ടെ. അപ്പൊ അത്രയും പൊക്കമേ ഉള്ളൂ. 1500 മൈൽ പൊക്കം ഒന്ന് ആലോചിച്ചു. 1500 മൈൽ പൊക്കമെന്ന് പറയുമ്പോൾ എത്ര നിലപണിയാണ്. സ്തോത്രം. നമ്മൾ സാധാരണ ഒരു വീട് വെക്കുമ്പോൾ കേരളത്തിലൊക്കെയാണ് നമ്മൾ ഒരു 10 അടി അല്ലെ 12 അടി ആണ് പൊക്കം സാധാരണ. ഇനി അതൊരു 20 അടി അങ്ങ് ആയി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കണക്കിൻ പ്രകാരം നോക്കിയാൽ പോലും 1500 മൈൽ പൊക്കത്തിൽ എത്ര നിലയാക്കാം. സ്തോത്രം. നിങ്ങൾ വീട്ടിൽ പോയി കണക്ക് കൂട്ടി നാളത്തെ ക്ലാസ്സിന് അത് കൊണ്ടുതരാനാണ്. എത്ര നിലയാക്കാം? 1500 മൈലാണ്. 1500 മൈലിനെ ഡിവൈഡ് ചെയ്ത് നോക്കുക. നോക്കിയിട്ട് ഒക്കുന്നില്ല എങ്കിൽ എന്നോട് പറയണ്ട, ഇത് പറഞ്ഞിരിക്കുന്ന ആളിനോട് പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് പിടി കിട്ടുന്നില്ല. അപ്പൊ കർത്താവ് അത് നിങ്ങൾക്ക് മനസ്സിലാക്കും. ഓക്കെ. അപ്പം ഈ മനോഹരമായിരിക്കുന്ന കെട്ടിടം, അതിന്റെ മതിൽ എന്തുവാണെന്നറിയാം. നമ്മളൊരു വീട് പണിതാൽ വീടിന്റെ അകമെല്ലാം നല്ല സുന്ദരമായിട്ട് ടൈൽസ് ഒക്കെ ഇട്ട് എല്ലാം പണിതേച്ച് മതിൽ എന്തുമായിരിക്കും? മതില് നമ്മൾ എന്തെങ്കിലും കട്ടയൊക്കെ കെട്ടി അല്ലേ, സിമെന്റ് കട്ടയോ അല്ലെങ്കിൽ ഹോളോ ബ്രിക്സ് ഒക്കെ നമ്മുടെ നാട്ടിലിപ്പം മനുഷ്യനെ കളിപ്പിക്കാൻ ഹോളോ ബ്രിക്സ് കുറവാണ്. ആരെങ്കിലും തൊട്ടാൽ പൊട്ടിപ്പോകും, മുട്ടത്തോട് പോലിരിക്കുക. അതുകൊണ്ട് ഇങ്ങനെ കെട്ടി വെച്ചേച്ച് സിമെന്റ് ഒക്കെ തേച്ച് ഇങ്ങനെ വെക്കും. ആരെങ്കിലും വന്ന് മുട്ടിപ്പോയെങ്കിൽ അതങ്ങ് വീണു പോകും. പക്ഷേ നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കാൻ പോയ നഗരമാണ്. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകും. ഞാൻ നിങ്ങൾക്ക് കൊട്ടാരങ്ങൾ ഒരുക്കാൻ പോകും. കൊട്ടാരങ്ങൾ, തങ്ക കൊട്ടാരങ്ങൾ, രത്നഖചിതമാണെങ്കിൽ അതിന്റെ മതിൽ എന്തുവാ? അതിന്റെ മതിലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അതിന്റെ മതിലിന് സൂര്യകാന്തമാണ്. അതിന്റെ പൊക്കം എത്ര? 144 മുഴം. 144 മുഴം എന്ന് പറഞ്ഞാൽ എത്രയുണ്ട്? ഇവിടെ മതിലിനെ കുറിച്ചാണ് പറയുന്നത്. ഏത് മതിൽ ചാടുന്നവനും ചാടത്തില്ലെന്ന്. എങ്ങനെയൊക്കെ മതിൽ പണിതാലും ഞങ്ങൾ അതിന്റെ മണ്ടയ്ക്കൂടെ ചാടുമെന്ന് പറയുന്നത് ഇരിക്കുന്ന പുള്ളിക്കൊന്നും ചാടാൻ ഒക്കത്തില്ല. 144 മുഴം പൊക്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കേരളത്തിൽ, നമ്മള് കേരളത്തിൽ നിന്ന് വന്നവരാണ്. കേരളത്തിലുള്ള തെങ്ങ് അറിയാമല്ലോ. തെങ്ങ്, ഏറ്റവും ഉയരമുള്ള തെങ്ങ് നിങ്ങളൊന്ന് ആലോചിച്ചു.
അത്രയും ഒരു 15 പൊക്കത്തിൽ വെച്ചാൽ എത്രയും കാണും? ഏകദേശം അത്രയും കാണും. ഓക്കെ. അപ്പോ മതിൽ അത്രയും. ഈ മതിലിന്മേല 12 ഗോപുരം, ഗേറ്റ്. ഈ 12 ഗേറ്റും 12 രത്നമാണ്. മതിൽ സൂര്യകാന്തം, മറ്റേ ഗേറ്റുകൾ എല്ലാം 12 രത്നങ്ങൾ. ഓരോന്നിനും ഓരോ കളറാണ്. സ്തോത്രം. സൂര്യകാന്തം, പത്മരാഗം, വൈഡൂര്യം, മാണിക്യം, മരതകം. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ കണ്ടിട്ടില്ല. നമ്മുടെ കോഹിനൂർ രത്നം ഇവിടെ കണ്ടല്ലേ ഇരിക്കുന്നു. അതുപോലും നമുക്കിപ്പോ കാണാൻ അവിടെ ചെന്നാൽ കാണാമോ നമുക്കറിയത്തില്ല. നമ്മുടെ ശശി തരൂരൊക്കെ വന്ന് പറഞ്ഞു കോഹിനൂർ രത്നം ഞങ്ങളതാണ്, അത് ഞങ്ങൾക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞ് കൊടുക്കത്തില്ല. അപ്പം രത്നങ്ങൾ, അതുകൊണ്ടാണ് ഇതെല്ലാം പണ്ടിരിക്കുന്നത്. സ്തോത്രം. അപ്പം ഒന്ന് ഓർത്ത് നോക്കി, ഇവിടെ വീടില്ലെങ്കിലും കൂടില്ലെങ്കിലും, ഇവിടെ ഒരു സഞ്ചാരിയായിട്ട് നടന്നാലും, വീടുണ്ടെങ്കിലും കൂടുണ്ടെങ്കിലും സഞ്ചാരിയാണെങ്കിൽ ഇവിടുന്ന് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല, എല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. കാരണം വേറൊരു ലോകത്തിലേക്കാണ്. ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെന്റ്. സ്തോത്രം. അവിടെ നമ്മൾ ഇവിടെ ചിന്തിക്കുന്ന ഒരു കാര്യത്തിനോട് പ്രസക്തി. സ്വർഗത്തിലെത്തുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ നമുക്ക് തിരിച്ചറിയാനോ? ചിലർ ഞാൻ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ, ഞാൻ ദൈവജന സൃഷ്ടിക്കുമ്പോഴൊക്കെ ആളുകൾ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഈ മരിച്ചുപോയ ആളുകളെയൊക്കെ കണ്ടാൽ തിരിച്ചറിയാമോ? തിരിച്ചറിയാമോ? എന്താ പറയുക? നമ്മുടെ കർത്താവിനെ തിരിച്ചറിയാമോ? അതോ നമ്മളിങ്ങനെ കാണാതൊരു ലൗകിക്കും? തിരിച്ചറിയാം. മോശെ ഏലിയാവിനെയൊക്കെ കണ്ടപ്പോ ശിഷ്യന്മാരെ പത്രോസും യോഹന്നാനും തിരിച്ചറിയാം. തേജസ്കരിക്കപ്പെട്ട ശരീരം എന്ന് പറഞ്ഞാൽ അതിന് രൂപമുണ്ട്. അതിനെ ഇതുപോലെ തന്നെ തൊടാവുന്നത് തന്നെയാണ്, മായയല്ല. ഇറ്റ്സ് ടാഞ്ചിബിൾ. തേജസ് എന്ന് പറഞ്ഞാൽ എന്താ? തേജസ്, ജ്യോതിസും തേജസ്സുമുണ്ട്. നാട്ടില് ഒരാളുടെ മക്കളുടെ പേര്, ഒരുത്തന്റെ പേര് ജ്യോതിസ് എന്നും മറ്റവന്റെ പേര് തേജസ് എന്നും. ഈ പേരിന്റെ ഒരു ഗുണമാണ്, എന്നാലും പേര് കേട്ടാൽ തേജസ്. മറ്റവന്റെ പേര് ജ്യോതിസ്. ജ്യോതിസ് മീൻസ് ലൈറ്റ്. What is tejas? Glory. What is glory? ഭൂമിയിലെ പ്ലാസ്മ എന്ന് പറയുന്ന തേജസ്, അതുപോലും നമ്മൾ കൃത്യമായിട്ട് കണ്ടിട്ടില്ല. ഉത്തരധ്രുവത്തിന്റെ പ്രദേശങ്ങളിൽ കാണുന്ന ഓറ നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട്? അതായത് ചക്രവാളത്തിൽ ഉത്തരധ്രുവത്തോടടുത്ത പ്രദേശങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ ഈ വിവിധ നിറങ്ങളുള്ള മേഘം ഇങ്ങനെ അന്തരീക്ഷത്തിലെ വായുവിന്റെ പ്രത്യേകം ഒരു ഭയങ്കര കാഴ്ചയാണ്. തേജസ്സാണ്. എവിടുന്ന ഈ തേജസ്? സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ. തേജസ്, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നമ്മുടെ തേജസ് അതിനേക്കാളൊക്കെ എത്ര ശ്രേഷ്ഠമായിരിക്കും. സ്തോത്രം. അപ്പൊ നമുക്ക് ജ്യോതിസുമുണ്ട്, തേജസ്സുമുണ്ട്. അതായത് പ്രകാശവുമുണ്ട്, പ്രകാശത്തിന്റെ ഘനീഭവിച്ച രൂപവുമുണ്ട്. തേജസ് എന്ന് പറഞ്ഞാൽ എന്താ? ഘനീഭവിച്ച പ്രകാശത്തെ തേജസ് എന്ന് പറയാം. തേജസ്സിന്റെ സിംഹാസനം എന്ന് കേട്ടിട്ടില്ലേ? നമുക്ക് കിട്ടാൻ പോകുന്ന സിംഹാസനം തേജസ്സിന്റെ, നമ്മുടെ കർത്താവ് തേജസ്സിന്റെ സിംഹാസനം. ഇനി നമുക്ക് കിട്ടാൻ പോകുന്ന തേജസ്സിന്റെ കിരീടം കേട്ടിട്ടുണ്ടോ? തേജസ്സിന്റെ കിരീടം, തേജസ്സിന്റെ വാടാത്ത കിരീടം. 5 വിധ കിരീടങ്ങൾ നമുക്ക് കർത്താവ് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഈ 5 എണ്ണവും കിട്ടണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പരിശോധനകളിൽ കൂടെ കടക്കണം, പരീക്ഷകൾ പാസ്സാകും.
ഇനി ഒരുത്തൻ അങ്ങ് ചെല്ലുക, ഈ 5 പരീക്ഷയും പാസ്സായി, എന്നാൽ രക്ഷിക്കപ്പെടും. ജീവിതത്തിലെ ഒരു ശോധനയും പരിശോധനയും പൂർണ്ണമായിട്ട് വിജയിക്കാനും കഴിയില്ല, പക്ഷെ രക്ഷിക്കപ്പെടും. അവൻ അങ്ങ് ചെല്ലുമ്പോൾ അവൻ എന്തുവാ കിട്ടും? അവൻ ഈ 5 കിലോ കിട്ടും. പിന്നെ അവൻ എന്തുവാ കിട്ടാൻ പോകുന്നു? അവനൊരു കിരീടം കിട്ടും. അതിനെയാണ് ഒരുപാട് ദിവസത്തിൽ പറയുന്ന പൊൻകിരീടം. ഈ പൊൻകിരീടം എന്ന് പറഞ്ഞാൽ ഒരു കിരീടവും കിട്ടാത്തവർക്ക് കൊടുക്കുന്ന പ്രോത്സാഹന സമ്മാനം എന്നത് ഇംഗ്ലീഷിൽ കോൺസലേഷൻ പ്രൈസ് എന്ന്. കോൺസലേഷൻ പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്തുവാ വാസ്തവത്തില്? കോൺസലേഷൻ പ്രൈസ് എന്ന് പറഞ്ഞാൽ ആശ്വാസ സമ്മാനമാണ്. ഈ പരീക്ഷ പാസ്സായിട്ട് കിരീടങ്ങൾ വാങ്ങുമ്പോൾ ഇത് നോക്കിയിരുന്ന് അവന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാതിരിക്കാൻ ഇവൻ എല്ലാവരും കൂടി ഒരു കിരീടം കൊണ്ട് വയ്ക്കും തലയിൽ. ഇപ്പം ചിലർക്ക് അതെങ്കിലും കിട്ടിയാൽ മതി. ഈ 5 കിട്ടിയില്ലേലും വേണ്ടിയില്ല. ഏതായാലും അവിടെ ബ്ലാങ്ക് തലയുമായിട്ടിരിക്കാനോ എന്തായാലും ഒരു കിരീടം വെക്കണം. കാരണം അവിടെ ജയിച്ചവരാ, തോറ്റവരാരും. അതുകൊണ്ട് കിരീടങ്ങൾ മസ്റ്റാണ്. സ്തോത്രം. ക്രൗൺസ്, 5 crowns, special crowns, specially designed. എന്നാൽ ഒരു കിരീടവും കിട്ടാത്തവർക്ക് പൊൻകിരീടം. അപ്പൊ ആശ്വാസ സമ്മാനമായി കൊടുക്കുന്നത് പോലും പൊൻകിരീടമാണെങ്കിൽ ബാക്കിയുള്ളതിന്റെ കാര്യം പറയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ വീണ്ടെടുപ്പിന്റെ വില നമ്മൾ അറിയുന്നത് അമ്മ. ഈ കിരീടങ്ങൾ മാറി മാറി ശിരസിന്മേൽ വെക്കുമ്പോൾ ഒരാൾക്ക് തന്നെ പല കിരീടം കിട്ടിയത്. കാരണം പല പരീക്ഷകൾ പാസ്സായിട്ടുണ്ട്, ഇപ്പോൾ പരിശോധനകൾ പാസ്സായിട്ടുണ്ട്. ഈ കിരീടങ്ങൾ മാറി മാറി വെക്കുമ്പോൾ അന്ന് നമ്മൾ പാടും, അന്ന് നമ്മൾ ഓർക്കും, എന്റെ താഴ്ചയിൽ എന്നെ ഓർത്തവനെ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ വചനത്തിൽ ജീവിതത്തിലെ വിജയത്തിന്റെ കിരീടമണിയുന്ന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. സ്തോത്രം. നമ്മള് രാവിലെ നിർത്തിയത് മഹോപദ്രവത്തിലാണ്. അപ്പം ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ചീത്തയായതുകൊണ്ട് പെട്ടെന്ന് നിങ്ങളെ ആ ഉപദ്രവത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് കണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ രൂപത്തിൽ വന്നത്. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ, ചാപ്റ്റേഴ്സ് 6 through 18, അത് മഹോപദ്രവകാലം. നമുക്ക് മഹോപദ്രവകാലത്തെ ഓരോ സംഭവങ്ങളും 6 മുതൽ 18 വരെ വായിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും ഇത് അക്ഷരീയമായി നടക്കുന്നതാണ്, സിംബോളിക് അല്ല. ചിലര് ഇതൊന്നും നടക്കാൻ പോകുന്നൊന്നുമല്ല, ഇത് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ, ഇതൊക്കെ ഇതിന് ആത്മീയ അർത്ഥം എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനല്ല. ബൈബിൾ ഈസ് ലിറ്ററൽ. അതിന്റെ കുത്തിനും കോമായിക്കും പോലും അർത്ഥമുണ്ട്. അത് പറഞ്ഞു കൊടുത്തത് സർവഭാഷകളുടെ ഉടമസ്ഥനായ ദൈവമാണ്. ഭാഷാശാസ്ത്ര പ്രകാരം, ഫിലോളജി പ്രകാരം, അതിന്റെ ഫോണറ്റിക്സും അതിന്റെ സിമാന്റിക് ഇതും, അതായത് അർത്ഥവും, അതിന്റെ ഗ്രമാറ്റിക്കലായിട്ടുള്ള ഭാഗം, സ്ട്രക്ചറലായിട്ടുള്ള ഭാഗം, ഇതെല്ലാം നിർമ്മിച്ച ഉദയവനാണ്, ഭാഷയുടെ ഉദയവനാണ് എഴുതാൻ പറഞ്ഞത്. ആമേൻ. വെളിപ്പാട് പുസ്തകം എബ്രായ സാഹിത്യത്തിലെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു പുസ്തകം. ഇത് എഴുതിയത് ഒരു വിദ്യാഭ്യാസം അധികം ഉള്ള ഒരാളൊന്നും അല്ല. എഴുത്തും വായനയും ഒരു പക്ഷെ അറിയാം, അതുകൊണ്ടാണല്ലോ യോഹന്നാൻ എഴുതിയത്. എന്നല്ലാതെ സാഹിത്യപരമായി ഒന്നും അറിയാവുന്ന ആളല്ല ഇത് എഴുതിയത്. സ്തോത്രം. സാഹിത്യപരമായിട്ടൊന്നും അറിയത്തില്ല യോഹന്നാൻ. യോഹന്നാൻ എഴുതിയത് മുഴുവൻ സാഹിത്യം, വേൾഡ് ലിറ്ററേച്ചറിൽ, എബ്രായ ലിറ്ററേച്ചർ.
ഏറ്റവും ഉന്നത നിലവാരം പുലർത്തുന്ന സിമിലികളും സിംബൽസും ഒക്കെ മെറ്റഫേഴ്സും ഒക്കെ വരുന്ന ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഇതെങ്ങനെ യോഹന്നാൻ എഴുതാൻ കഴിഞ്ഞു? യോഹന്നാൻ സ്വയം എഴുതിയതല്ല, കേട്ടങ്ങ് എഴുതുന്നേ. എഴുതാൻ പറഞ്ഞു, എഴുതി. വല്ലതും പിടികിട്ടിയോ? ദാനിയേലിനോടും അതുപോലെ തന്നെ. ദാനിയേലിന്റെ പുസ്തകം പഴയ നിയമത്തിലെ 27-ാമത്തെ പുസ്തകം, പുതിയ നിയമത്തിലെ 27-ാമത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. അപ്പം ദാനിയേൽ പ്രവചനത്തിന്റെ കണ്ടിന്യൂവേഷനാണ് വെളിപ്പാട് പുസ്തകം. ദാനിയേൽ പ്രവാചകനും എഴുതിയതല്ലാതെ പുള്ളിക്കൊന്നും പിടികിട്ടിയില്ല. 70 ആഴ്ചവട്ടങ്ങളെ കുറിച്ചൊക്കെയുള്ള പ്രവചനം ഇങ്ങോട്ട് വന്നപ്പോൾ ദാനിയേലൊക്കെ എഴുതിയെന്നല്ലാതെ ദൂതൻ പറഞ്ഞത് എഴുതി. ദാനിയേല് ഏറ്റവും പ്രിയനായ ദാനിയേൽ, മോസ്റ്റ് ഡിയർലി ബിലവഡ് ദാനിയേൽ. സ്തോത്രം. ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നവർക്ക് ഗ്രാമർ ഒന്നും ഒരു വലിയ പ്രശ്നമല്ല. ഷേക്സ്പിയർ, ഇംഗ്ലീഷ് ഭാഷയുടെ ആശാൻ, അദ്ദേഹം unkindest cut of all, the most unkindest cut of all. അദ്ദേഹത്തിന്റെ ഒരു 38 നാടകത്തെ എഴുതി ഷേക്സ്പിയർ. അതില് ഒരു പ്രസിദ്ധമായ നാടകത്തിൽ അദ്ദേഹം എഴുതിയതാ ദ മോസ്റ്റ് അൺകൈൻഡസ്റ്റ് കട്ട് ഓഫ് ഓൾ. എല്ലാ മുറിവുകളെക്കാൾ ആഴമുള്ളൊരു മുറിവന്റെ ഹൃദയത്തിൽ. പറയാൻ ഭാഷാപരമായിട്ട് അത് തെറ്റാ. മോസ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ കൈൻഡസ്റ്റ് എന്ന് പറയും, അൺകൈൻഡസ്റ്റ് എന്ന് വരത്തില്ല. ദ മോസ്റ്റ് അൺകൈൻഡ് എന്ന് പറഞ്ഞാൽ മതി. അതാണ് സ്ട്രക്ചറലായിട്ട് കറക്റ്റ്. പക്ഷെ ഷേക്സ്പിയർ പറഞ്ഞതുകൊണ്ട് ശരിയാണ്. പിന്നീട് വന്ന കവികളും സാഹിത്യകാരന്മാരും എല്ലാം ഇപ്പോഴുള്ള ഓരോ പദങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങി. അവരോട് ചോദിച്ചു, നിങ്ങൾ എന്നാ ഇത് ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വലിയ വലിയ എന്തോ പറയുന്നു, കൊച്ചച്ചായന്മാർക്കെല്ലാം അത് വേദപാഠമാണ്. ദാനിയേലിനോട് ദൂതൻ പറഞ്ഞ് എഴുതടാന്ന് പറഞ്ഞു. ദാനിയേല് പറഞ്ഞു, ഞാൻ എഴുതാൻ എനിക്ക് പിടി കിട്ടുന്നില്ല, നീ എഴുതിക്കൂ, ഇത് അന്ത്യകാലത്തേക്കുള്ളതാണ്. ആകയാൽ നീ എഴുതി അവിടെ മുദ്ര വെച്ച് അന്ത്യകാലത്ത് ജ്ഞാനം വർദ്ധിക്കുന്ന ഒരു ദിവസത്തെ അന്ന് അനേകർ വരികയും ഇത് പരിശോധിക്കുകയും ചെയ്യും. അവർ ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും. സ്തോത്രം. ദാനിയേലിനോട് എഴുതാൻ പറഞ്ഞു. ദാനിയേൽ എഴുതി. ദാനിയേലോട് പറഞ്ഞു, അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങൾക്ക് മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം വരുത്തി നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും ഞാൻ 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. ദാനിയേല് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 70 വർഷം കഴിയുമ്പോൾ തങ്ങളുടെ പ്രവാസം തീരുമെന്നും സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോകാമെന്നും വിചാരിച്ച് ദാനിയേല് പ്രാർത്ഥനയ്ക്ക് ഇരുന്നത്. 70 വർഷം, അതിൽ 68 വർഷം കഴിഞ്ഞപ്പോഴായിരുന്നത്. പിന്നെ 2 വർഷം കൂടെ ഉണ്ട്. അപ്പൊ സ്വർഗത്തിലെ ദൈവത്തോട് ചോദിക്കുക, കർത്താവേ ഞങ്ങളെ എപ്പോഴാ വിടുന്നത്? പ്രാർത്ഥനക്കാർക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്. ഏതാ? മറ്റാരെയും അറിയിക്കാതെ കർത്താവേ എന്നെ അറിയിക്കണമേ, എന്നോട് പറയണമേ. മറ്റാരെയും അറിയിക്കരുത്, അത് എനിക്ക് വേണം ആദ്യം സഭയിൽ അത് പ്രഖ്യാപിക്കാൻ. സ്തോത്രം. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദാനിയേൽ 70 വർഷം കഴിയുമ്പോൾ പ്രവാസം തീരും. ബാബിലോണിയൻ exile will come to an end after 70 years. അത് യിരെമ്യാ പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദാനിയേൽ അത് വായിച്ചേച്ചാ, ആ ചുരുൾ വായിച്ചേച്ചാ ദാനിയേൽ ഇങ്ങനെ ഇരുന്നത് എന്നെ അറിയിക്കണം, എപ്പോഴാ പോകുന്നത്, ഞങ്ങളെ എപ്പോഴാ വിടുന്നത്. കറക്റ്റ് 2 വർഷമല്ല ഇനി കൃത്യമായി നടക്കുമെന്ന് ദാനിയേലിനറിയാം. കാരണം ദൈവമല്ലേ പറഞ്ഞത്, പ്രവചനമല്ലേ, പ്രവാചകവാക്യം അധികം സ്ഥിരമാണ്. സ്തോത്രം. ആ ദാനിയേലിന്റെ ഇറപ്പിൽ ഒരു ദൂതൻ വരികയാണ്, ഗബ്രിയേൽ. വന്നിട്ട് പറഞ്ഞു, ദാനിയേലെ നീ പ്രാർത്ഥനയ്ക്ക് ഇരുന്നപ്പോൾ തന്നെ എന്നെ അയച്ചതാണ്. ഇത് കേട്ടൊരു ദാനിയേലോട്ട്, ഞാൻ എന്തൊരു ഭയങ്കരൻ, ഞാൻ പ്രാർത്ഥനയ്ക്ക് ഇരുന്നപ്പോൾ തന്നെ മറുപടിയുമായിട്ട് സ്വർഗത്തിലെ ദൈവം അയച്ചു. ഓക്കെ. എന്നാൽ
ദൂത പറഞ്ഞാട്ട്, ദൂതൻ പറഞ്ഞാട്ട്. ആ അപ്പൊ ദൂതൻ പറയാൻ തുടങ്ങി, എന്തുവാ? ദാനിയേലേ, നീ അറിഞ്ഞ് ഗ്രഹിച്ചുകൊള്ളേണ്ടതെന്ന്, അതിക്രമത്തെ തടസ്സം, പാപങ്ങൾക്ക് മുദ്രയിടാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യാനും, അല്ലെ? അതിക്രമത്തെ പാപങ്ങൾക്ക് മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം വരുത്തി നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യാൻ 6 കാര്യങ്ങളാണ്. ഇതിന് ഞാൻ 70 ആഴ്ചവട്ടങ്ങൾ നിയമിച്ചു. ദാനിയേലിന് മനസ്സിലായില്ല. ദാനിയേലിന് ലൈറ്റ് കത്തിയില്ല. ദാനിയേല് എന്തായി പറയുന്നു? 70 വർഷം കഴിയുമ്പോൾ പോകാമെന്ന് വിചാരിച്ചിരുന്ന എന്നോട്, അല്ലെ ഞങ്ങളോട് ദൂതം വന്ന് പറയുക, 70 ആഴ്ച, 70 weeks are appointed for you. നിങ്ങൾക്ക് വേണ്ടി 70 ആഴ്ചവട്ടങ്ങൾ നിയമിച്ചിരിക്കുന്നു. ആകെപ്പാടെ ഇത് കേട്ട് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന ദാനിയേലിന്റെ ഇരിപ്പൊക്കെ കണ്ടുകൊണ്ട് ദൂതൻ പറഞ്ഞു, വിഷമിക്കണ്ട, ഞാനിത് നിനക്ക് വ്യാഖ്യാനിച്ചത്. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാവങ്ങൾ കൊണ്ട് ഇത് ഞാൻ 70 ആഴ്ചവട്ടം സ്വർഗത്തിൽ ദൈവം നിയമിച്ചിട്ടുണ്ട്. അതില് 7 62 ആഴ്ചവട്ടങ്ങൾ, 7 and 62 weeks. അങ്ങനെ 69 ആഴ്ചവട്ടങ്ങൾ ഒരുമിച്ച് ചേർന്ന് വരും. ഈ 7 62 ആഴ്ചവട്ടങ്ങൾ കൊണ്ട്, അഥവാ 69 ആഴ്ചവട്ടങ്ങൾ കൊണ്ട് യെരൂശലേം വീതിയും കിടങ്ങുമുള്ള ലോകത്തിലെ പ്രശസ്ത നഗരമായി വീണ്ടും പണിയും. അതിനുശേഷം 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ, the Messiah, the anointed one, അവൻ ഛേദിക്കപ്പെടും. സ്തോത്രം. അവനാരുമില്ലെന്ന് വരും. വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെ വിശുദ്ധ മന്ദിരത്തെ നശിപ്പിക്കും. അവന്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും. അവസാനത്തോളം യുദ്ധമുണ്ടാകും. ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കും. 69 ആഴ്ചവട്ടം കഴിയുമ്പോൾ, 69 ഈ 70 ആഴ്ചവട്ടം എന്ന് പറയുന്നത് യഹൂദനോടുള്ള ബന്ധത്തിൽ പ്രാവചനികമായി, ഒരാഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ 7 ദിവസമാണ്. അത് പ്രാവചനികമായി വരുമ്പോൾ 7 വർഷമാണ്. ആ 7 വർഷം എന്നുള്ള കണക്കിൻ പ്രകാരം 70 ആഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ 490 വർഷം. ഈ 490 വർഷം എന്നത് അവസാനിക്കുന്നത് എപ്പോഴാണ്? അഭിഷിക്തൻ ഛേദിക്കപ്പെടുന്നതോടുകൂടി. എവിടെ അവസാനിക്കും? 69 അവസാനിക്കും. അപ്പൊ 69 ഗുണം 7 എത്ര വരും? 490 നിന്ന് 7 അങ്ങ് കുറച്ചാൽ മതി, 483. കൃത്യം ഇത് ചരിത്രത്തിൽ നിറവേറും. BC 445 മാർച്ച് മാസം 14-ാം തീയതിയാണ് യെരൂശലേം പണിവാൻ അർത്തഹ്ശഷ്ടാ രാജാവ് കൽപ്പന കൊടുത്തു. അന്നു മുതൽ കർത്താവായ യേശു ക്രിസ്തു ഒരു കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും മേൽ വാഹനമേറി യെരൂശലേമിലേക്ക് നടത്തിയ ട്രയംഫൽ എൻട്രി, യേശു ക്രിസ്തുവിന്റെ ജൈത്രയാത്ര, ആ ദിവസം വരെ കൃത്യം കണക്കാക്കിയപ്പോൾ വേദപഠിതാക്കൾക്ക് കിട്ടിയത് കൃത്യം 483 വർഷമാണ്. പ്രവചനം എത്ര കൃത്യമാണ്! ഇതുപോലൊരു പുസ്തകം ചരിത്രത്തിൽ വേറെ ഏതെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഒരു മതഗ്രന്ഥത്തിൽ ഈ ആധികാരികതയുണ്ടോ? ഇന്ന് ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളൊന്ന് നോക്കിക്കേ. സ്തോത്രം. വേദപുസ്തകം തെളിഞ്ഞു വരികയാണ്. വേദപുസ്തകത്തെ ആർക്കും നിഷേധിക്കാൻ കഴിയുന്നില്ല. ലോകരാഷ്ട്രങ്ങളെ നിയന്ത്രിക്കുന്നവർ പോലും ഉറ്റുനോക്കുന്നത് ബൈബിൾ പ്രൊഫസീസിനെയാണ്, വേദപുസ്തക പ്രവചനങ്ങളെയാണ്. വേദപുസ്തകത്തിന്റെ ആധികാരികത എന്ന് പറയുന്നത് അതിൻ്റെ അകത്തെ പ്രവചനങ്ങളാണ്. മറ്റു ഉപദേശങ്ങളോ ഇതൊന്നുമല്ല. ആ ഉപദേശങ്ങളൊക്കെ എല്ലാം ഉണ്ട്. എല്ലാ മതത്തിനും അതിന്റെ ഉപദേശങ്ങളുണ്ട്. എന്നാൽ ഞങ്ങളുടെ ബൈബിളിനുള്ള യുണീക്നെസ് ഇന്നതാണ് എന്ന് നമുക്ക്
മറ്റൊരാളോട് പറയാനുള്ളത് ബൈബിൾ പ്രൊഫസി. സ്തോത്രം. ഹല്ലേലൂയ. ലൂയി 14 ഫ്രാൻസിലെ ചക്രവർത്തി, അദ്ദേഹം പ്രശസ്തനായ ഒരു ക്രൈസ്തവ ലീഡറും അതുപോലെ ശാസ്ത്രജ്ഞനും ഫിലോസഫറും ഒക്കെ ആയിരുന്ന ഒരു വ്യക്തിയോട് ചോദിച്ചു, നീ ക്രിസ്ത്യാനിയാണോ? അതെ. ബൈബിൾ ദൈവവചനമാണെന്നും നിങ്ങൾ പറയുന്ന യേശു ക്രിസ്തു അഥവാ ബൈബിൾ പറയുന്ന ദൈവം ആണ് യഥാർത്ഥ ദൈവമെന്ന് ഒരു വാക്കിൽ എനിക്ക് ഒരു തെളിവ് തരാമോ? സ്തോത്രം. അദ്ദേഹം എടുത്ത വായി പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത്, യുവർ മജസ്റ്റി, ഇസ്രായേൽ. ഒറ്റ വാക്കേ പറഞ്ഞു. ദൈവം ജീവിക്കുന്നെന്നും ബൈബിൾ ദൈവത്തിന്റെ വചനമാണ് ഉള്ളതിന്റെ ഏറ്റവും വലിയ ചരിത്രത്തിലെ തെളിവാണ് ഇസ്രായേൽ. യേശു കർത്താവ് പറഞ്ഞു, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിന്റെ കൊമ്പുകൾ ഇളതായി ഇലകൾ തളിർക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇതുപോലെ ഇവയൊക്കെ സംഭവിക്കുന്നത് കാണുമ്പോൾ ഞാൻ അടുക്ക വാതിൽക്കലെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളി. സ്തോത്രം. ഹല്ലേലൂയ. അത്തിയുടെ തളിർപ്പിന്റെ കാലമാണിത്. എസെക്കിയേൽ പ്രവചനം 37, 38 അധ്യായങ്ങൾ വായിക്കുമ്പോൾ 37-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, വിവിധ സ്ഥലങ്ങളിലായി ചെതറിക്കപ്പെട്ടു പോയിരുന്ന അസ്ഥികളുടെ ഒരു താഴ്വര. ആ താഴ്വരയിൽ പ്രവാചകനെ നിർത്തിയിട്ട് പറഞ്ഞു, പ്രവാചകനെ, നീ ഈ അസ്ഥികളോട് പ്രവചിക്കാം. പ്രവാചകൻ ചിന്തിച്ചു കാണും, ജീവനുള്ളവരോട് ഞാൻ പ്രവചിച്ചിട്ട് ഒരു ഫലവും ഉണ്ടാകുന്നില്ല, പിന്നെ ഈ ജീവനില്ലാത്ത ഈ അസ്ഥികളോട് പ്രവചിച്ചാൽ എന്താ നടക്കാനാണ്? സംശയിച്ചു കാണും. പക്ഷെ ദൈവം പറഞ്ഞു, യു പ്രൊഫസൈ ടു ദം, നീ അവരോട് പ്രവചിക്കാം. പ്രവാചകൻ ഒന്നും മടിച്ചില്ല, അസ്ഥികളോട് അങ്ങോട്ട് പ്രവചിക്കാൻ തുടങ്ങി. അസ്ഥികളുടെ ഇടയിൽ കൂടെ ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവൻ അസ്ഥികളോട് പ്രവചിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ഒരു ഭൂകമ്പം അവിടെ ഉണ്ടായി. അസ്ഥികൾ, വിവിധ സ്ഥലത്ത് കിടന്നിരുന്ന അസ്ഥികളെല്ലാം തമ്മിൽ വന്ന് ചേർന്നു. പ്രൈസ് ദി ലോർഡ്. അസ്ഥികൾ വന്ന് ചേർന്നു, അതിനൊരു രൂപമുണ്ടായി, അതിന്റെ മീതെ ത്വക്ക് വന്ന് മൂടി. പക്ഷെ ജീവൻ ഉണ്ടായില്ല. ജീവനില്ലാത്ത ഒരു ശരീരം. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നടന്ന സംഭവമായി. ഒന്നാം ലോക മഹായുദ്ധം 1914 മുതൽ 17 വരെ അല്ലെങ്കിൽ 18 വരെ നടന്നതായിരിക്കുന്ന ആ മഹായുദ്ധത്തിൽ കൂടെയാണ് ലോകമെങ്ങും ചിതറിക്കപ്പെട്ടു പോയിരുന്ന ഇസ്രായേൽ ജനം തങ്ങളുടെ സ്വന്തം നാടായ പലസ്തീൻ നാട്ടിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം വഴിയൊരുക്കിയത്. ആമേൻ. സ്തോത്രം. അതിന് വഴിയൊരുക്കി കൊടുത്ത രാജ്യമാണ് ഈ ബ്രിട്ടൻ, ഗ്രേറ്റ് ബ്രിട്ടൻ. സ്തോത്രം. ലോകമഹായുദ്ധം നടക്കുമ്പോൾ യുദ്ധത്തിൽ അന്ന് ഉപയോഗിച്ചിരുന്നത് തോക്കുകളും വെടിയുണ്ടകളുമാണ്. ഇന്നത്തെ പോലെ ഡ്രോൺസ് ഒന്നും അന്നില്ല. എല്ലാം നേരിട്ട് വെടിയേ എന്ന് പറഞ്ഞേച്ച് വെടിവെക്കുക. വെടിയെന്ന് പറയല്ലേ, എന്നാലും ഞാനങ്ങ് പറഞ്ഞത്, തോക്ക് പിടിക്കുന്നത് അങ്ങോട്ടല്ല, നേരെ ഇങ്ങോട്ടായിപ്പോയെങ്കിൽ ഇവൻ തീർന്നു. അങ്ങോട്ടാണ്. ഇത് വെടിവെക്കണമെങ്കിൽ വെടിയുണ്ട വേണ്ടേ? വെടിയുണ്ട വേണ്ട. ഉണ്ടയില്ല വെടി. മലയാളത്തിലെ പ്രശസ്തമായ ഒരു നോവലാണ്. നിങ്ങൾ എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. വേളൂർ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന സരസനായ ഒരു നോവലിസ്റ്റ് എഴുതിയ പുസ്തകമാണ്. ഞാൻ കോളേജിൽ സെക്കൻഡ് ലാംഗ്വേജ് മലയാളമായിരുന്നു. ആ സമയത്ത് പഠിച്ച ഒരു പുസ്തകമാണ് ഉണ്ടയില്ല വെടി. ബ്രിട്ടീഷ് ഗവൺമെന്റിന് വെടിക്കോപ്പുകൾ, വെടിമരുന്നുണ്ടാക്കുന്ന സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടു. ശത്രു രാജ്യങ്ങൾ പിടിച്ചടക്കി. വെടിക്കോപ്പുകൾ ഇല്ലാതെ വന്നു. യുദ്ധത്തിൽ തോൽക്കും എന്ന ഘട്ടമായി. ബ്രിട്ടൻ തോൽക്കും. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഗ്രേറ്റ് ബ്രിട്ടൻ തോൽക്കാൻ പോകുന്നു. ലോകരാഷ്ട്രങ്ങളിലെ പത്രങ്ങളിലെ തലക്കെട്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റി, ഇവിടെ തൊട്ടടുത്ത് മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിലെ ഫിസിക്സിന്റെ പ്രൊഫസറായിരുന്ന ഹൈൻ
വെയ്സ്മാൻ എന്ന് പറയുന്ന ഒരു യഹൂദ ശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തിന്റെ ലബോറട്ടറി കൃത്രിമമായി ഈ വെടിക്കോപ്പുകൾക്ക് ഉപയോഗിക്കുന്ന കുറെ കെമിക്കൽസ് കണ്ടുപിടിച്ചു. അസറ്റോൺ, അത് ഈ ചോളം, കരിമ്പ് ഇതുപോലെയൊക്കെയുള്ള വസ്തുക്കൾ വാറ്റിയിട്ട് അതിൽ നിന്നാണ് ഈ കെമിക്കൽ ഉണ്ടാക്കിയത്. ഈ കോർഡൈറ്റ് എന്നാണ് ഈ വെടിയുണ്ടയിൽ ഉപയോഗിക്കുന്ന ആ വെടിക്കോപ്പിന്റെ പേര്. കോർഡൈറ്റ് പിന്നെ ചുമ്മാതെ തോക്കിനകത്ത് വെച്ചാൽ അത് അവിടെ ഇരിക്കേ ഉള്ളൂ. പക്ഷെ അതിനെ തെള്ളി വിടണമെങ്കിൽ വെടി കാഞ്ചി ഇങ്ങോട്ട് വലിക്കുമ്പോൾ ഇവനങ്ങോട്ട് പ്രൊപ്പല് ചെയ്ത് പോകണമെങ്കിൽ അതിന്റെ പിന്നിൽ അതിശക്തമായ ഫോഴ്സ് വേണം. അപ്പൊ അസറ്റോണും കോർഡൈറ്റും കൂടെ ചേർന്നെങ്കിലേ വെടിവെപ്പ് നടക്കും, യുദ്ധം നടക്കും, ജയം നടക്കും. മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ, അദ്ദേഹം അന്നത്തെ യഹൂദ സംഘടനയായ സയോണിസ്റ്റ് ഫെഡറേഷന്റെ ബ്രിട്ടനിലെ പ്രതിനിധിയാണ്, നേതാവാണ്, പ്രസിഡന്റാണ്. അദ്ദേഹം ഇത് കണ്ടുപിടിച്ചത് അദ്ദേഹത്തിന്റെ സ്നേഹിതന്മാർ ഗവൺമെന്റിനെ അറിയിച്ചു. ബ്രിട്ടീഷ് പാർലമെന്റ് ഉടൻ തന്നെ കൂടിയിട്ട് വെയ്സ്മാനെ വരുത്തി. അങ്ങ് ലബോറട്ടറിയിൽ ഇങ്ങനെ ഒരു സാധനം കണ്ടുപിടിച്ചു എന്ന് കേട്ടു. ശരിയാണ്, അദ്ദേഹം പറഞ്ഞു ശരിയാണ്. അത് വളരെ വ്യാപകമായ നിലയിൽ നമുക്ക് ഉപയോഗിക്കത്തക്കവണ്ണം നിർമ്മിക്കാൻ കഴിയും. എത്ര വേണേലും നിർമ്മിക്കാൻ കഴിയും. അതിനെന്താണ് വേണ്ടത്? അതിന് കുറെ ശാസ്ത്രജ്ഞന്മാർ വേണം, അതിനുള്ള കുറെ സൗകര്യങ്ങൾ വേണം. ഇതൊക്കെ തന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ എത്ര നിങ്ങൾ പറയുന്നത്, എത്ര ലോഡ് വേണം, ഞാൻ നിർമ്മിച്ചു തരാം. ബ്രിട്ടീഷ് പാർലമെന്റ് അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങത് നിർമ്മിച്ചു തരാം. ബ്രിട്ടൻ യുദ്ധത്തിൽ ജയിക്കണമെങ്കിൽ ഇതില്ലാതെ നടക്കത്തില്ല, അല്ലേ നമ്മൾ തോറ്റുപോകും. അദ്ദേഹം പറഞ്ഞു, ഞാൻ ജീവിക്കുന്ന രാജ്യമല്ലേ, എന്റെ രാജ്യത്തിന് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അദ്ദേഹം തന്റെ ലബോറട്ടറിയിൽ ഈ രാസവസ്തുക്കൾ നിർമ്മിച്ചു. അതുപയോഗിച്ചാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ ജയിച്ചു. ജയിച്ചു കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷ് പാർലമെന്റ് ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു, നമുക്ക് നമ്മുടെ രാജ്യത്തിന് ഈ ജയം തന്നത് വെയ്സ്മാനാണ്, അദ്ദേഹത്തെ നമുക്ക് വിളിച്ചൊന്ന് ആദരിക്കാൻ തീരുമാനിച്ചു. ബ്രിട്ടീഷ് പാർലമെന്റ് നിന്ന് ലോകത്തെ മുഴുവൻ ഭരിക്കുന്ന സാമ്രാജ്യമാണ്, ബ്രിട്ടീഷ് സാമ്രാജ്യമാണ്. അദ്ദേഹത്തെ ആദരിക്കാൻ വിളിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങാണ് ഈ വിജയത്തിന്റെ മുഖ്യശില്പി, അങ്ങക്ക് എന്താണ് ഞങ്ങൾ തരുന്നത്? അങ്ങ് എന്ത് വേണമെങ്കിലും ചോദിച്ചു, അത് ഞങ്ങൾ തരാം. സ്തോത്രം. അദ്ദേഹം ഒരു ദൈവഭക്തനായി. അദ്ദേഹം എന്ത് പറഞ്ഞു? അദ്ദേഹം പറഞ്ഞു, എനിക്ക് പണമാകട്ടെ, പ്രതാപമാകട്ടെ, സ്ഥാനമാനമാകട്ടെ, യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആകട്ടെ, ഇതൊന്നും എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടത് എന്റെ പിതാക്കന്മാരുടെ നാട്. സ്തോത്രം. എന്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള നാട് എന്റെ ജനത്തിന് തിരിച്ചു കിട്ടണം. അത് തരാൻ കഴിയുമോ? ബ്രിട്ടനോട് ചോദിച്ചു, ബ്രിട്ടീഷ് പാർലമെന്റിനോട് ചോദിച്ചു. സ്തോത്രം. ചക്രവർത്തി പറഞ്ഞു, ഡൺ, തന്നിരിക്കുന്നു. സ്തോത്രം. അന്നത്തെ ഫോറിൻ മിനിസ്റ്റർ, നമ്മുടെ വിദേശകാര്യമന്ത്രി എന്ന് പറയും, ഇവിടെ ഫോറിൻ സെക്രട്ടറിയാണ്. അന്നത്തെ ഫോറിൻ സെക്രട്ടറി ജെയിംസ് ആർതർ ബാൽഫർ ഉടൻ തന്നെ ഒരു പ്രഖ്യാപനം ചക്രവർത്തിയുടെ പേരിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തു. ഈ വർഷത്തെ ക്രിസ്മസ് സമ്മാനമായി യഹൂദ ജാതിക്ക് പലസ്തീൻ നാട്ടിൽ ഒരു നാഷണൽ ഹോം നിർമ്മിക്കപ്പെട്ടിരിക്കും. അതിനെയാണ് ബാൽഫർ പ്രഖ്യാപനം എന്ന് പറയുന്നത്. യഹൂദന്മാർ അതിനെ അവരുടെ മാഗ്ന കാർട്ട ആയിട്ടാണ് ചിത്രീകരിക്കുന്നത്. സ്തോത്ര. യഹൂദ രാഷ്ട്രം ഉണ്ടാകാൻ അതിന് കാരണമായി തീർന്നത് ഈ ഒരു പ്രഖ്യാപനമാണ്, ഈ ഒരു ശാസ്ത്രജ്ഞനാണ്. അങ്ങനെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ കൂടെ, ഈ പ്രഖ്യാപനത്തിൽ കൂടെ ലോകമെങ്ങും ചിതറിക്കപ്പെട്ടിരുന്ന യഹൂദന്മാർക്ക് ഒരു സ്വരാഷ്ട്രം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള പ്രത്യാശ വർദ്ധിച്ചു.
സ്തോത്രം. അവര് പറഞ്ഞിരുന്നത് ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നിരിക്കുന്നു, ഞങ്ങളുടെ പ്രത്യാശയെല്ലാം തീർന്നു പോയിരിക്കുന്നു, ഞങ്ങൾക്ക് പ്രത്യാശിക്കാൻ ഒന്നുമില്ല. എന്നാൽ അന്ന് അവരുടെ ഒരു കവി എഴുതി ഹത്തീക്വ എന്ന് പിന്നീട് പേരിട്ട ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ നാഷണൽ ആന്തം, ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ ദേശീയ ഗാനം, നമ്മുടെ ജനഗണമന പോലെ ഇസ്രായേൽ രാജ്യത്തിന്റെ ദേശീയ ഗാനം. നമ്മൾ ജനഗണമന കേൾക്കുമ്പോൾ നമ്മൾ എവിടെ ആണെങ്കിലും അല്ലെ, നമ്മൾ അറ്റൻഷനായിട്ട് നിൽക്കും. ഏത് കേൾക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ നിൽക്കും. കാരണം അങ്ങനെ ഒരു ഒരു രാജ്യത്തിന്റെ നിയമമാണ്. ബ്രിട്ടനിൽ അവർക്ക് കൊണ്ട് നിയമം എവിടെയാണെങ്കിലും അവരുടെ നാഷണൽ ആന്തം. യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാഷണൽ ആന്തത്തിന്റെ പേര് ഹത്തീക്വ എന്നാണ്. ഹത്തീക്വ എന്ന് പറഞ്ഞാൽ ദ ഹോപ്പ്, ഞങ്ങളുടെ പ്രത്യാശ. സ്തോത്രം. ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. ഹല്ലേലൂയ. പ്രവാചകൻ പറയുന്നു, ഹഗ്ഗായി പറയുന്നു, കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും, സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. അത് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ദ ഹോപ്പ് ഓഫ് ദ ഡിസയർ ഓഫ് ഓൾ നേഷൻ ഷാൽ കം എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താ? സകല ലോകത്തിന്റെയും പ്രത്യാശാ പുരുഷനാണ് ഞങ്ങളുടെ മശിഹ. അപ്പൊ ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് എന്തോ വരാനാ? നിങ്ങൾ ഞങ്ങളെ കൊന്നാലും, നിങ്ങൾ ഞങ്ങളെ എങ്ങനെയല്ലോ ഉപദ്രവിച്ചാലും. ഹല്ലേലൂയ. ഹിറ്റ്ലറിന്റെ ലെതൽ ചേംബറുകളിൽ കിടന്ന രണ്ടാം ലോക മഹായുദ്ധകാലത്ത് 60 ലക്ഷം യഹൂദന്മാരാണ് കൊല്ലപ്പെട്ടത്. സാർ ചക്രവർത്തിമാരുടെ കാലത്ത് റഷ്യയിലും സ്പെയിനിലും ഇറ്റലിയിലും യൂറോപ്പിന്റെ വിവിധ രാജ്യങ്ങളിലുമായി കൊല്ലപ്പെട്ടവരുടെ എണ്ണം സംഖ്യകൾക്ക് അപ്പുറത്താണ്. പോഗ്രോം എന്നാണ് അതിന്റെ പേര്. ഹിറ്റ്ലർ കൊന്നൊടുക്കിയ ആ സംഭവത്തിന്റെ പേര് എന്തുവാ? ഹിറ്റ്ലർ യഹൂദനെ കൊന്ന ആ മനുഷ്യക്കുരുതിക്കൊരു പേരുണ്ട്, എന്താ? ഹോളോകോസ്റ്റ്. ഹിറ്റ്ലർ ജർമ്മനിയിൽ നടത്തിയ ഹോളോകോസ്റ്റ്, മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിൽ നടന്ന പോഗ്രോം, ഇവയിൽ കൂടെ എത്ര കോടി യഹൂദന്മാർ കൊല്ലപ്പെട്ടു. എന്നിട്ടും അവരുടെ ഒരു കവി എഴുതിയ ദ ഹോപ്പ്, ഞങ്ങളുടെ പ്രത്യാശ, അതാണ് 1948 മെയ് മാസം 14 അർദ്ധരാത്രിയിൽ ഡേവിഡ് ബെൻ-ഗുറിയോൻ ഇസ്രായേൽ രാഷ്ട്രം ഞങ്ങൾ സ്ഥാപിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചതിന്റെ പിറ്റേ ദിവസം ഞങ്ങളുടെ നാഷണൽ ആന്തം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവര് ഈ കവിയുടെ കവിതയിലെ ആദ്യത്തെ 8 ലൈൻ അവരെടുത്തിട്ട് അതാണ് അവരുടെ നാഷണൽ ആന്തമാക്കിയത്. സ്തോത്രം. ദൈവപൈതലേ, ദൈവം കൂടുള്ളവന്റെ പ്രത്യാശയെ ആർക്ക് നശിപ്പിക്കാൻ കഴിയില്ല. ആ പ്രത്യാശ ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. ആ വലിയ പ്രത്യാശ അതാണ് നമ്മളെ നിലനിർത്തുന്നത് അനുദിനം. ദൈവത്തിന് സ്തോത്രം ചെയ്യും. അപ്പം ഇസ്രായേൽ എന്നത്, അത്തിവൃക്ഷം എന്നത് തളിർക്കുന്ന സമയമാണ്. വേദപുസ്തകം പഠിക്കുമ്പോൾ മനുഷ്യവർഗത്തെ തിരുവചനം 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 1 യഹൂദൻ, 2 ജാതികൾ, 3 സഭ. ഈ 3 ഗ്രൂപ്പിൽ ഏതെങ്കിലും വരും നമ്മളെല്ലാവരും. യഹൂദൻ ആണോ? അല്ല, യഹൂദനല്ല. നമ്മളാരും യഹൂദ പാരമ്പര്യ യഹൂദന്മാരല്ല. ജാതികൾ ആണോ? യഹൂദൻ ഒഴികെ ബാക്കിയുള്ളവരെ എല്ലാം യഹൂദന്മാരെ വിളിക്കുന്നത് എന്തോന്നാണ്? ജാതി. നിങ്ങളൊരു യഹൂദനെ കണ്ട് യഹൂദനെ ഒന്ന് വന്ദനം ചെയ്തേ, അങ്ങനെ തിരിച്ചു വന്നിട്ട് ചെയ്യുമോ? ഞങ്ങളെക്കാൾ കൂടുതൽ യഹൂദന്മാരുള്ള സ്ഥലത്താണല്ലോ നിങ്ങൾ വാർക്കുന്നത്. അവര് കണ്ടതായിട്ട് പോലും നടിക്കത്തില്ല. നമ്മളതിലെ ചെല്ലുകയാണെങ്കിൽ അവര് നമ്മളെ ഏതാണ്ട് വേറൊരു ജീവിയായിട്ടാണ് കാണുന്നത്. കാരണം
അവരുടെ പ്രമാണം അതാണ്, അവരുടെ വിശ്വാസം അതാണ്. അവർ തെരഞ്ഞെടുക്കപ്പെട്ട വർഗമാണ്, അത് സത്യവുമാണ്. സ്തോത്രം. ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. ഇസ്രായേലിനെ ദൈവം തള്ളിക്കളഞ്ഞുവോ എന്നാണോ നിങ്ങൾ പറയുന്നതെന്ന് പൗലൂസ് പോലും ചോദിക്കുകയാണ്. ഞാനും ഒരു യഹൂദനാണ്, പൗലൂസ് പറയും. ഇല്ല, തള്ളിക്കളഞ്ഞിട്ടില്ല. ഒലിവ് വൃക്ഷത്തിന്റെ സാക്ഷാത്തായ കൊമ്പുകൾ അവിശ്വാസത്താൽ ഒടിഞ്ഞു പോയെങ്കിലും ഇനി ദൈവത്തിന്റെ സമയമാകുമ്പോൾ തന്റെ സ്വന്തമായ ഒലിവ് മരത്തിൽ വീണ്ടും അതിന്റെ കൊമ്പുകളെ ഒട്ടിപ്പാൻ ദൈവം വിശ്വസ്തൻ. അവിശ്വാസം മൂലം അവർക്ക് സംഭവിച്ചത് കർത്താവ് അങ്ങ് മറക്കും. കാരണം ദൈവത്തിന്റെ ഒരു വാഗ്ദത്വം അബ്രഹാമിനോട്, എബ്രഹാമിക് ഉടമ്പടി, അതിന്റെ ചുവട് പിടിച്ചാണ് പിൽക്കാലത്ത് അബ്രഹാമിക് കവനന്റ് ഉടമ്പടികളൊക്കെ പിന്നീട് രാഷ്ട്രങ്ങളൊക്കെ തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യത്തെ ഉടമ്പടി അബ്രഹാം ദൈവവുമായിട്ട്. അതിൻ്റെ അകത്ത് ആരാ കക്ഷി? ഒരു ഉടമ്പടി എന്ന് പറഞ്ഞാൽ രണ്ട് കക്ഷികൾ വേണ്ടേ? ഒരു ഉടമ്പടി എന്ന് പറയുമ്പോൾ ഞാനും ബഹുമാന്യനായ ബാസും തമ്മിൽ ഒരു ഉടമ്പടി എഴുതിയാൽ ഞങ്ങൾ രണ്ടുപേരും ഒപ്പിടണം. ഞങ്ങൾ രണ്ടുപേരും അതിൻ്റെ അകത്ത് കക്ഷിയാണ്. ഒന്നാം കക്ഷി ഞാനും രണ്ടാം കക്ഷി ബാസും, അല്ലെ ഒന്നാം കക്ഷി ബാസും രണ്ടാം കക്ഷി ഞാൻ. എങ്ങനെയാണെങ്കിലും രണ്ട് കക്ഷികളും. എന്നാൽ അബ്രഹാമിനോട് ദൈവം ചെയ്ത ഉടമ്പടിക്ക് ഒറ്റ കക്ഷിയേ ഉള്ളൂ, ഏക കക്ഷിയാണ്, ഒറ്റ കക്ഷിയേ ഉള്ളൂ, ദൈവം ആ കക്ഷി. അബ്രഹാം അതിൻ്റെ അകത്ത് കക്ഷിയേ അല്ല. കാരണം അബ്രഹാമിനോട് ദൈവവുമായി കക്ഷി ചേരാൻ ഒക്കത്തില്ല അബ്രഹാമിന്. സ്തോത്രം. ഇബ്രാഹിം ലേഖനത്തിൽ നമ്മൾ പിന്നീട് വായിക്കുന്നുണ്ട്, മറ്റൊരാളിനെ കൊണ്ട് സത്യം പറവാനില്ലാഞ്ഞിട്ട് അവൻ തന്റെ നാമത്തിൽ, സ്തോത്രം, എന്നേക്കുമുള്ള ഒരു ഉടമ്പടി. അപ്പൊ നമ്മളോടുള്ള ദൈവത്തിന്റെ ഉടമ്പടിയും നമ്മൾ അതിൻ്റെ അകത്ത് ഭാഗമില്ല. അത് ദൈവത്തിന് നമ്മളോടുള്ള ദയയാണ്. നമ്മളെ ആ ഉടമ്പടിക്കകത്ത് ഭാഗമാക്കാതെ സ്വർഗത്തിലെ ദൈവം തന്നെ രണ്ട് ഭാഗവും ഒപ്പിട്ടിരിക്കുകയാണ്. നമ്മൾ അത് അനുസരിക്കുമെന്നുള്ള ആ ഉടമ്പടിയും നമ്മുടെ കർത്താവ് തന്നെ ഏറ്റെടുത്ത് അതിൻ്റെ അകത്ത് പൂർണ്ണ മനുഷ്യനായി വന്ന കർത്താവ് തന്നെ ഒപ്പിട്ട് നമുക്ക് നൽകിയിരിക്കുകയാണ്. നമ്മൾ ഇനി ഒന്നും ചെയ്യണ്ട. ഉടമ്പടിയുടെ ഒരു കക്ഷിയുമല്ല നമ്മൾ, പക്ഷേ നമ്മുടെ ഉടമ്പടിയാണ്. നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ഉടമ്പടിയാണ്. അബ്രഹാമിനോടും അത് തന്നെയായിരുന്നു ദൈവം ചെയ്തത്. സ്തോത്രം. മറ്റൊരാളിനെ കൊണ്ട് സത്യം ചെയ്യാനില്ലാഞ്ഞിട്ട് തന്റെ സ്വന്തം നാമത്തിൽ എന്നാണ് എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നാണ് എന്ന് പറഞ്ഞാൽ ഞാൻ സത്യമാണ്, വേറൊരാളെ കൊണ്ട് സത്യമിടാനില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ആ ഉടമ്പടിയുടെ ഭാഗമാണ് യഹൂദൻ. യേശു കർത്താവിന് ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവേ നിന്റെ വചനത്തിന്റെ അടയാളം എന്താണ്? ലോകാവസാനത്തിന്റെ അടയാളം. ആ അടയാളങ്ങളാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. സുവിശേഷം 24, ലൂക്കോസ് സുവിശേഷം 21, ഒലിവുമല ഡിസ്കോഴ്സ്, മൗണ്ട് ഓഫ് ഒലീവ്സ്, ഒലിവറ്റ് ഡിസ്കോഴ്സ് എന്നറിയപ്പെടുന്ന കർത്താവിന്റെ ഒലിവുമല പ്രഭാഷണം. കർത്താവ് പറഞ്ഞ അടയാളം വ്യക്തമായി ലിറ്ററലായി നടക്കുന്നതാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞത്. സ്തോത്രം. അടയാളങ്ങളൊക്കെ പറഞ്ഞിട്ട് കർത്താവ് പറഞ്ഞു, അത്തിയെ നോക്കി ഒരു ഉപമ പറഞ്ഞു. അത്തി യഹൂദനെ കാണും. അത്തി അവരുടെ രാഷ്ട്രീയം, ഒലിവ് അവരുടെ സാമൂഹ്യം, മുന്തിരി അവരുടെ ആത്മീയം. അത്തി, മുന്തിരി, ഒലിവ്, ഈ മൂന്ന് വൃക്ഷലതാദികളും യഹൂദനെ സൂചിപ്പിക്കുകയാണ് പ്രവചനത്തിൽ, ബൈബിൾ പ്രവചനത്തിൽ. സ്തോത്രം. ഇപ്പൊ യഹൂദന്റെ തളിർപ്പിന്റെ കാലമാണ്. ആമേൻ. യഹൂദന്റെ തളിർപ്പിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർക്കും. ഇസ്രായേൽ രാഷ്ട്രം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ കോട്ടയം ആലപ്പുഴയും ചേർന്ന അത്രയും സ്ഥലമേ ഉള്ളൂ. കേരളത്തിന്റെ 1/3 പോലും ഇല്ല. ലോക ജനസംഖ്യയുടെ 0.2 പോലുമല്ല, 0.2% ആണ് യഹൂദൻ ലോക ജനസംഖ്യ. എന്നാൽ അവർ നേടിയിട്ടുള്ള നോബൽ സമ്മാനത്തിന്റെ എത്ര പെർസെന്റേജ് ആണെന്നറിയാം? സ്തോത്രം. 22%.
22%. സ്തോത്രം. മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് നേടിയിരിക്കുന്ന എത്ര? 0.00 പോലുമില്ല. 3-4 പേര് മാത്രമേ അവരുടെ ഭാഗത്ത് നോബൽ സമ്മാനം. ഇത് ലോകത്തിലെ നോബൽ സമ്മാനത്തിന്റെ 22% നേടിയത് 0.2% ആയിരിക്കുന്ന ഒരു ജാതിയാണെന്ന് പറഞ്ഞാൽ ഇവർ ദൈവത്തിന്റെ ജനമല്ലേ? ഇതിൽ പരം എന്തോ തെളിവാ വേണ്ടത് ദൈവമുണ്ടെന്ന്. സ്തോത്രം. അത്തിയും മുതലായ വൃക്ഷങ്ങളും തളർക്കും എന്ന് നമ്മുടെ കർത്താവ് പറയും. ഇപ്പം എസെക്കിയേൽ പ്രവചനം 37 ഈ അത്തികളെല്ലാം വന്നു ചേർന്ന് അത് 1-ാം ലോകമഹായുദ്ധം. പക്ഷേ ജീവനുണ്ടായത് 2-ാം ലോകമഹായുദ്ധം കഴിഞ്ഞാണ്. 1948 അവർ ഒരു രാഷ്ട്രമായിട്ട് തീർന്നത്. ആ 48 മുതൽ അവരെ തകർക്കാൻ അവരുടെ ചുറ്റുമുള്ള അവരുടെ 10 ഇരട്ടിയിൽ കൂടുതൽ ശക്തിയുള്ള, ആൾബലമുള്ള, ആയുധബലമുള്ള അറബ് രാജ്യങ്ങളും മറ്റ് രാജ്യങ്ങളും എല്ലാം ശ്രമിച്ചിട്ടുണ്ട്. സോവിയറ്റ് റഷ്യയും ചൈനയും ഒക്കെ പിന്തുണ കൊടുത്തിട്ടും അവരെ തൊടാനൊക്കുന്നില്ല. സ്തോത്രം. ഇതെന്താ വിളിച്ചു പറയുന്നത്? There is a God. സ്തോത്രം. വാക്ക് പറഞ്ഞ ഒരു ദൈവമുണ്ട്, ഉടമ്പടി കാക്കുന്ന ഒരു ദൈവമുണ്ട്. അബ്രഹാം എന്ന ഒറ്റ മനുഷ്യനോട് ദൈവം ചെയ്ത ഉടമ്പടിയാണ് ഇന്നും ഇവിടെ കാണുന്നത്. ദൈവം നമ്മോടൊരു ഉടമ്പടി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അവൻ മാറുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ മഹാപീഡനമാണ്. ആർക്കുള്ള പീഡനം? അത് സഭയ്ക്കുള്ളതല്ല. സഭയ്ക്ക് പീഡയുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ ഈ മഹാപീഡനം, ഗ്രേറ്റ് ട്രിബുലേഷൻ, ലോകത്തിൽ ഇന്നാൾ വരെ സംഭവിക്കാത്ത മഹാകഷ്ടം, ആ മഹാപീഡനം യഹൂദനെ ശുദ്ധീകരിപ്പാൻ ദൈവം ഒരുക്കുന്ന തീച്ചൂളയാണ്. അവരുടെ കിടനെല്ലാം മാറി അവർ തനിത്തങ്കമായി വിളങ്ങു വന്ന്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ, തലയിൽ 12 നക്ഷത്രങ്ങളുടെ കിരീടം, കാൽക്കീഴ് ചന്ദ്രൻ. ഇതാരാണ്? ഇസ്രായേൽ ജാതിയാണ്. 6 മുതൽ അങ്ങോട്ട് 18 വരെയുള്ള അധ്യായങ്ങളിലെ മഹാപീഠകളിൽ കൂടെ കടന്നുപോയിട്ടും 12-ാം അധ്യായത്തിൽ എത്തുമ്പോൾ ഈ സ്ത്രീ എങ്ങനെയാ നിൽക്കുന്നത്? സൂര്യനെ അണിഞ്ഞ് തേജസ്വിയായി നിൽക്കുന്നു. സ്തോത്രം. ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ വാനമേഘത്തിലായിരിക്കും. സ്തോത്രം. 7 മുദ്രകൾ. 7-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ 7 കാഹളങ്ങൾ. 7-ാമത്തെ കാഹളം ഊതുമ്പോൾ 7 ക്രോധ കലശങ്ങൾ. ഇവയെല്ലാം ഭൂമിയിലേക്ക് ഊറ്റപ്പെടും. അന്നേരം നടക്കുന്ന സംഭവങ്ങളെല്ലാം ഈ 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങളത് വീട്ടിൽ പോയി വായിക്കണം. വായിച്ചാൽ നിങ്ങൾക്ക് അതൊരു നോവൽ പോലെ വായിക്കാൻ കഴിയുന്ന പുസ്തകം. ചിലർക്ക് വെളിപ്പാട് പുസ്തകം എടുക്കുന്നതേ പേടിയാണ്. വെളിപ്പാട് പുസ്തകം എന്ന് കേൾക്കുന്നതേ ചിലർക്ക് പേടിയാണ്. അങ്ങനെയല്ല. ഇറ്റ്സ് ആൻ ഓപ്പൺ ബുക്ക്. മുദ്ര ഭേദിച്ച പുസ്തകമാണത്. കർത്താവ് തന്നെയാണ് അതിന്റെ മുദ്ര ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. സ്തോത്രം. അത് വായിച്ചാൽ അതിന്റെ ക്രമം മനസ്സിലാക്കിയാൽ മതി. അതാണ് ഞാൻ പറഞ്ഞത്, ഡിസ്പെൻസേഷനിലായിട്ടാണ് ദൈവത്തിന്റെ പദ്ധതി എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് വെളിപ്പാട് പുസ്തകം. കാരണം ഇതിന്റെ സംഭവങ്ങളെല്ലാം ഡിസ്പെൻസേഷനിലായിട്ട് ക്രമമായിട്ടാണ് പറഞ്ഞത്. സ്തോത്രം. 1-ാം അധ്യായത്തിൽ തേജസ്കരിക്കപ്പെട്ട കർത്താവ്, 2-3 അധ്യായത്തിൽ 7 സഭകൾക്കുള്ള ദൂത്, 4-ാം അധ്യായം മുതൽ സഭ വാനമേഘത്തിൽ, 6-ാം അധ്യായം മുതൽ ഭൂമിയിലേക്കുള്ള മഹാപീഡനം. അത് കഴിഞ്ഞിട്ട് ആ മഹാപീഡനത്തിന്റെ 18-ാം അധ്യായത്തോടെ അത് തീരുന്നു. 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കുഞ്ഞാടിന്റെ കല്യാണം. 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പുതിയ യെരൂശലേമിനെ നമ്മൾ കാണുന്നു. 20-ാം അധ്യായത്തിൽ സഹസ്രാബ്ദത്തെ നമ്മൾ കാണുന്നു. സഹസ്രാബ്ദം 1000 ആണ്ട് വാഴ്ച 20-ാം അധ്യായത്തിൽ. അപ്പൊ 19-ാം അധ്യായത്തിൽ കുഞ്ഞാടിന്റെ കല്യാണവും കഴിഞ്ഞാണ് സഹസ്രാബ്ദം. അതിനെയാ ചിലർ തെറ്റിക്കുന്നത്. മഹോപദ്രവവും
സഹസ്രാബ്ദവും കഴിഞ്ഞിട്ടാ കർത്താവ് വരുന്ന ചിലരൊക്കെ പറഞ്ഞു പിടിപ്പിച്ചോളൂ. ഒരു വെളിവുമില്ല. പറയുന്നതിനൊരു വെളിപ്പാട് ദിവസം വളരെ കൃത്യമായിട്ട് ക്രമമായിട്ട് എഴുതി വെച്ചിരിക്കുമ്പോ ഇതൊന്നും പഠിക്കാതെ വെളിപ്പാട് ദിവസം വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. 18-ാം അധ്യായം കൊണ്ട് പീഡ തീർന്നു. 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കുഞ്ഞാടിന്റെ കല്യാണമാണ്. അത് മധ്യാകാശത്തിലാണ് നടക്കുന്നത്. അപ്പൊ സഭ എവിടെയാണ്? 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കുഞ്ഞാടിന്റെ കല്യാണം മാത്രമല്ല, കർത്താവും തന്റെ വിശുദ്ധന്മാരും കൂടെ ഭൂമിയിലേക്ക് വരുന്നു. 20-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് സഹസ്രാബ്ദ വാഴ്ചയാണ്. അപ്പൊ യേശുക്രിസ്തു ഒലിവുമലയിലേക്ക് വരികയും അന്ത്യക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും ജീവനോടെ തീപ്പൊയ്കയിൽ തള്ളിക്കളയുകയും ഒക്കെ ചെയ്തിട്ട് കർത്താവ് തന്റെ നീതിയുടെ രാജ്യം സ്ഥാപിക്കും. അതാണ് സഹസ്രാബ്ദം. ഇനി 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴോ അവിടെ കാണുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും. 22-ാം അധ്യായത്തിലോ ഡിസ്പെൻസേഷൻ ഓഫ് ദ ഫുൾനെസ് ഓഫ് ദ ടൈം, കാലസമ്പൂർണത, സമ്പൂർണ്ണ യുഗം. സ്തോത്രം. സകല യുഗങ്ങളും ഒരുമിച്ച് സമ്മേളിക്കുന്ന ദൈവത്തിന്റെ കാലം. അതെത്ര വർഷമെന്നോ? സമ്പൂർണ്ണ യുഗം, ദ ഏജ് ഓഫ് ഫുൾനെസ്, ദ ഡിസ്പെൻസേഷൻ ഓഫ് ദ ഫുൾനെസ് ഓഫ് ദ ടൈം, കാലത്തിന്റെ സമ്പൂർണത. ഇപ്പം നമ്മള് ഇനി മുമ്പോട്ട് നമ്മൾ പഠിക്കുമ്പോൾ നാളെ ബാക്കി ഒക്കെ ഞാൻ പഠിപ്പിക്കാം, പറയാം. ഞാൻ പഠിപ്പിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ എല്ലാം പഠിച്ചൊക്കെ ഇരിക്കുന്നവരാ. എന്നാലും ഞാൻ പഠിച്ചിട്ടുള്ള കാര്യം, ദൈവം എനിക്ക് വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയാം. സ്തോത്രം. അപ്പം സ്ട്രിംഗ് തിയറിയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും കുട്ടികളൊക്കെ. അതായത് പറയുന്നത് 11 ഡിമെൻഷൻസ് ഉണ്ടെന്ന്. 11 ഡിമെൻഷൻ. അപ്പം ഒരു പോയിന്റ് അത് ഡിമെൻഷൻ ഇല്ലാത്തത്. ഒരു ഡിമെൻഷൻ തുടങ്ങുന്നത് മുമ്പോട്ടും പുറകോട്ടും. നമുക്ക് മുമ്പോട്ടും പോകാം, പുറകോട്ടും പോകാം. ഒറ്റ ഡിമെൻഷനാണ്. 2 ഡിമെൻഷൻ എന്ന് പറയുമ്പോൾ വശങ്ങളിലേക്ക് കൂടെ പോകാം. 3 ഡിമെൻഷൻ ആകുമ്പോൾ മുകളിലോട്ടും താഴോട്ടും പോകാം. നമുക്ക് അത്രയും. നമ്മൾ 3 ഡിമെൻഷനൽ ജീവിയാണ്, 3D ജീവിയാണ്. വി ആർ 3D ക്രിയേച്ചേഴ്സ്. നമ്മളാ ദൈവമില്ലെന്നും ദൈവത്തെ ഒന്ന് കാണിച്ചു തന്നേന്നും ഒക്കെ ചോദിക്കുന്ന എന്തോ ഒരു മണ്ടത്തരങ്ങളാണ്. ആകെ പോകാവുന്നത് 3 ഡിമെൻഷൻ. മുമ്പോട്ടും പുറകോട്ടും പോകാം, വശങ്ങളിലേക്ക് പോകാം, മുകളിലോട്ടും താഴോട്ടും പോകാം. 11 ഡിമെൻഷനുണ്ട്. സ്തോത്രം. 4-മത്തെ ഒരു ഡിമെൻഷൻ ശാസ്ത്രം, ഫിസിക്സ് പറയുന്നത് ടൈമാണ്, സമയമാണ്. സമയത്തെ 4-മത്തെ ഡിമെൻഷനായിട്ട് എടുത്താൽ സമയം ആപേക്ഷികമാണ്. റിലേറ്റിവിറ്റി തിയറി, ഐൻസ്റ്റൈന്റെ റിലേറ്റിവിറ്റി തിയറി പഠിച്ചിട്ടുള്ള ആളുകൾക്കറിയാം, ടൈം ഈസ് റിലേറ്റീവ്. വസ്തുക്കളുടെ സ്പീഡ് അനുസരിച്ച് സമയം മാറുന്നു. അപ്പൊ അതിലേക്കൊന്നും ഫിസിക്സ് ക്ലാസ്സിലേക്കൊന്നും ഞാൻ കയറുന്നില്ല. അപ്പം ഇതെല്ലാം അപ്പുറത്ത് കിടക്കുക. 11 ഡിമെൻഷൻ. 1-മത്തെ ഡിമെൻഷൻ നമ്മൾ ദൈവത്തോട് തുല്യരാകുന്നു. ഞാൻ പറയുന്നതല്ല, ബൈബിൾ അത് പറയുന്നുണ്ട്. സ്ട്രിംഗ് തിയറി എന്ന് പറയുന്നു, ഫിസിക്സിന്റെ സ്ട്രിംഗ് തിയറി അത് പറയുന്നു 11-മത്തെ ഡിമെൻഷൻ എത്തുമ്പോൾ നമ്മൾ ദൈവ തുല്യരാകുന്നു. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് തന്നെ 1 ബില്യൺ സ്ഥലത്ത് വേണമെങ്കിൽ ഒരേ സമയത്ത് പ്രത്യക്ഷപ്പെടാം. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ എത്ര? 100 കോടിയാണ്. 100 കോടി. 100 കോടി സ്ഥലത്ത് ഞാനിപ്പം 100 കോടി വൈഫൈയും വേണ്ട, ഫോണും വേണ്ട, ടിവിയും വേണ്ട, ഇതൊന്നും വേണ്ട. ഇതൊക്കെ നടക്കുമെന്ന് ശാസ്ത്രം പറയുന്നു, സയൻസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന മഹാഭാഗ്യം, വെളിപ്പാട് 22-ലേക്ക് വരുമ്പോൾ ഡിസ്പെൻസേഷൻ ഓഫ് ദ ഫുൾനെസ് ഓഫ് ദ ടൈം, കാലത്തികവിന്റെ യുഗം എന്ന് പറഞ്ഞാൽ കാലം എന്നുള്ളത് സ്വർഗത്തിലെ ദൈവം എടുത്തു കളയും.
സ്തോത്രം. സമയമെന്ന് പറയുന്നത് നമുക്കേ ഉള്ളൂ. ഈ ഭൂമിയുടെ അന്തരീക്ഷം വിട്ടുകഴിഞ്ഞാൽ, ഒരു കൃത്യ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ, അതിന്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ടൈം ഇല്ല. നമ്മളിപ്പോ ടൈം എത്ര ആയി അല്ലേ? ടൈം ഉള്ളത് നമുക്കൊരു പ്രത്യാശ ഒന്നല്ലേ? യോഗത്തിന് വന്നപ്പം ഏതായാലും യോഗം എപ്പോഴേലും തീരുമല്ലോ എന്നൊരു പ്രത്യാശ നമുക്കുണ്ടല്ലോ. ഉടനെ തീരുമാനിക്കും. അപ്പൊ നമ്മള് ഓക്കെ നോക്കുന്നു, വാച്ചയെ നോക്കുന്നു. ഇതൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ടാണ്, ഈ ഭൂമിയിൽ ഇരിക്കുന്നതുകൊണ്ടാണ്. ഇവിടുന്ന് അങ്ങോട്ട് മാറി, നമ്മുടെ ഡിമെൻഷൻ അങ്ങോട്ട് മാറി, ഭൂമിയുടെ അന്തരീക്ഷവും ഭൂമിയുടെ ദൈവം വെച്ചിരിക്കുന്ന ഒരു ടൈം ഫ്രെയിം ഉണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ പിന്നെ സമയമെന്നൊരു പറയുന്ന സാധനം ഇല്ല. അതിനെയാണ് നിത്യത എന്ന് പറയുന്നത്. സ്തോത്രം. നിത്യതയുടെ ചുരുളുകൾക്കുള്ളിൽ നമ്മൾ മറയും. എത്ര പേർ ഇന്ന് പകൽക്കാലം ഒരുങ്ങിയിട്ടുണ്ട്? എത്ര പേർ കർത്താവിന്റെ മടങ്ങി വരവിനായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്? സ്തോത്രം. ഹല്ലേലൂയ. നാളെ നമുക്ക് നമുക്ക് എല്ലാ അധ്യായങ്ങളും ഒന്നും എടുത്ത് നമുക്ക് അങ്ങനെയാ പഠിപ്പിക്കേണ്ടത്, വേർഡ് ബൈ വേർഡ്. അതാണ് ശരിയായ വ്യാഖ്യാനം. അല്ലാതെ നമ്മുടേതായ കഥകൾ പറയുകയല്ല. ഓരോ വാക്യവും എടുത്ത് പഠിപ്പിക്കുക. അത് ഒരു ബൈബിൾ സ്കൂളിൽ പോലും നടക്കുകയില്ല തീരത്തിൽ. അപ്പൊ അങ്ങനത്തെ ഒരു വിഷയം എങ്കിലും നമ്മുടെ ചെറിയ ചെറിയ ഒരു ഹൃദയത്തിനകം, നമ്മുടെ ഹൃദയം ഇത്രയേ ഉള്ളൂ. നമ്മൾ പറയാറുണ്ട് ഹൃദയവിശാലതയുള്ള ഒരാളാണ്. എത്ര ഹൃദയവിശാലത ഉണ്ടെങ്കിലും ഹൃദയം ഇത്രയേ ഉള്ളൂ. പക്ഷെ അതിന്റെ ചിന്തകളുടെ വിശാലതയാണ്. അപ്പം ഈ ഹൃദയത്തിനകത്ത് സ്വർഗത്തിലെ ദൈവം നിത്യത വെച്ചു എന്ന് പറഞ്ഞാൽ, സ്തോത്രം, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ തേജസ്സാണ്. ഈ മനുഷ്യൻ മാറുക എന്ന് ശാസ്ത്രം പറയുന്നതാണ്. കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയുന്നത് തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. ഒരുങ്ങാം. കർത്താവ് വരാൻ താമസിച്ചാൽ നാളെ കാണാം, അല്ലെങ്കിൽ കർത്താവ് വന്നാൽ നമുക്കങ്ങ് പോകാം. എന്തിനു ഒരുങ്ങുക? കർത്താവ് എല്ലാവരെയും സഹായിക്കും.